ആശയങ്ങളെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള സെമിനാറുകളും ചർച്ചകളുമൊക്കെ നടക്കുകയാണ്. വാസ്തവത്തിലൊരു സമ്മേളനം എന്ന് പറയുന്നത് സംഘടനാപരമായ ആലോചനകളുടെ സന്ദർഭം എന്നതുപോലെ തന്നെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെയും പൊതുസമൂഹത്തിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങളെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിൻ്റെയും സന്ദർഭം കൂടിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൊതുവെ കണ്ടുപോരുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള സെമിനാറുകൾ ഇവിടെ മാത്രമല്ല കേരളത്തിലെമ്പാടും ഏരിയ സമ്മേളനങ്ങളുടെയും ജില്ലാ സമ്മേളനങ്ങളുടെയും തുടർന്ന് അങ്ങോട്ട് സംസ്ഥാന സമ്മേളനത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുക. ഇന്ന് ഈ സെമിനാർ ഒരുപക്ഷെ നമ്മുടെ കാലത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തെ മുൻനിർത്തിയാണ്. അത് മതനിരപേക്ഷ ഇന്ത്യയുടെ ഭാവി എന്നതാണ്. സ്വതന്ത്ര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത എന്ന ആശയം ഇത്രയും ആഴത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട മറ്റൊരു ഘട്ടവും ഉണ്ടായിട്ടില്ല. ഞാനിതൊട്ടും ആലങ്കാരികമായി പറയുന്നതല്ല. നമ്മൾ പലപ്പോഴും പൊതുസമ്മേളനങ്ങളിൽ ആശയങ്ങൾ ആഴത്തിൽ ശക്തിയായി പതിയുന്നതിന് വേണ്ടി പലപ്പോഴും അതിശോക്തിയുടെയും ആലങ്കാരികതയുടെയും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മതനിരപേക്ഷത വെല്ലുവിളി നേരിടുന്നു എന്ന് ഇപ്പോൾ നാം പറയുന്നത് ഒരു പ്രസംഗവേദിയുടെ ആലങ്കാരികതയെ മുൻനിർത്തിയോ പറയുന്ന ആശയങ്ങൾക്ക് കുറച്ചുകൂടി ബലം കിട്ടുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയോ ഒന്നുമല്ല. കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തിയത്. അന്ന് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ചിന്തകനായ യോഗേന്ദ്ര യാദവ് അതേക്കുറിച്ചൊരു ലേഖനം എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം,
ഇത് ഇന്ത്യയിലെ രണ്ടാം റിപ്പബ്ലിക്കിൻ്റെ ശിലാസ്ഥാപനം കൂടിയാണ് എന്നതാണ്. ഒന്നാം റിപ്പബ്ലിക്ക് നമുക്കൊക്കെ അറിയുന്നത് പോലെ 1950 ജനുവരി 26 നിലവിൽ വന്നത്. ആ റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളും പ്രമാണങ്ങളുമാണ് ആ റിപ്പബ്ലിക്ക് ആയി നാം അംഗീകരിച്ച ജനുവരി 26 2 മാസം മുമ്പ് 1949 ഡിസംബർ 26 ഭരണഘടനയുടെ കരട് രൂപമായി നാം അംഗീകരിച്ചത്. എന്താണ് ഈ രാഷ്ട്രം എന്നതിന് ആ ഭരണഘടനയുടെ കരടിൽ വളരെ വ്യവസ്ഥാപിതമായ ചില ഉത്തരങ്ങളുണ്ട്. ഒരർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ സ്വഭാവ നിർവചനം ഭരണഘടനയുടെ കരടിൻ്റെ ആദ്യവാചകത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. എന്താണ് ഈ രാജ്യം എന്നതിൻ്റെ ഉത്തരം ഒന്നാമത്തെ വാക്യമാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതാണ്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവനും ഇവിടെ പറയാൻ സമയമോ സൗകര്യമുള്ള സ്ഥലമല്ല. ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും അവസാനമാണ് ഭരണഘടനയുടെ ആമുഖം ചർച്ചയ്ക്കെടുത്തത്. നെഹ്റു തയ്യാറാക്കിയ ഒബ്ജക്റ്റീവ്സിനെ മുൻനിർത്തി അംബേദ്കറാണ് അതിന് അന്തിമ രൂപം നൽകിയത്. ആമുഖം ചർച്ചയ്ക്കെടുത്ത സമയത്ത് ഭരണഘടനാ അസംബ്ലിയിലെ വലതുപക്ഷ അംഗങ്ങളിൽ ഒരാളായ HP കാമത്ത് ഭരണഘടന ആരംഭിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭേദഗതി അവതരിപ്പിക്കുകയുണ്ടായി. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന നിലയ്ക്കല്ല ഭരണഘടന തുടങ്ങേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹം മുമ്പോട്ട് വെച്ച ഭേദഗതി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിന് പകരം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാരംഭിക്കണം എന്നായിരുന്നു. ദൈവനാമത്തിൽ. യൂറോപ്പിലെയൊക്കെ പല രാജ്യങ്ങളുടെയും ഭരണഘടന മധ്യകാല മതപാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽ ദൈവനാമത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ദൈവനാമത്തിൽ വേണം ഭരണഘടന ആരംഭിക്കാൻ എന്ന നിർദ്ദേശം അദ്ദേഹം വച്ചു. ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യഘട്ടത്തിൽ തന്നെ ആ ഭേദഗതിയുടെ പരിമിതി ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാകാൻ തീരുമാനിച്ചതാണ്. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിയതിന് സമാന്തരമായി മറുപുറത്ത് ഒരു ഹിന്ദു രാജ്യമാകാനല്ല, ഒരു മതനിരപേക്ഷ രാജ്യമാകാനാണ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭരണഘടന ദൈവനാമത്തിൽ ആരംഭിക്കുന്നത് ഇനി അനുചിതമാണ്, ഈ ഭേദഗതിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സൂചിപ്പിച്ചെങ്കിലും കാമത്ത് തൻ്റെ ഭേദഗതി നിർദ്ദേശത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല. പ്രമേയം വോട്ടിനിടണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബംഗാളിൽ നിന്നുള്ള ഒരു വനിതാ അംഗം അങ്ങനെ വോട്ടിനിടരുത് എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അവർ പറഞ്ഞ കാര്യം ദൈവത്തെ വോട്ടിനിടരുത് എന്നാണ്. പക്ഷേ കാമത്ത് വഴങ്ങിയില്ല. അവസാനം വോട്ടിനിട്ടു. ദൈവത്തിന് 43 വോട്ടും നാട്ടുകാർക്ക് 68 വോട്ടും കിട്ടി. അങ്ങനെയാണ് ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ആരംഭിച്ചത്. ഞാൻ ഈ സന്ദർഭം പറഞ്ഞെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്താണ് ഇന്ത്യ എന്നതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന സമീപനം ഈ ചർച്ചയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യ എന്നത് ഒരു ദൈവരാജ്യമല്ല, ഇന്ത്യ എന്നത് ഒരു മതരാജ്യമല്ല, ഒരു ഭാഷാ സമൂഹത്തിൻ്റെ രാജ്യമല്ല, ഒരു ജാതിയുടെയോ ഒരു സവിശേഷ സംസ്കാരത്തിൻ്റെയോ രാജ്യമല്ല. മറിച്ച് ഇന്ത്യ എന്നത് ഇവയെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമാണ് എന്ന പുതിയ കാഴ്ചപ്പാട് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് പൗരാണിക കാലത്ത് നിലനിന്നിരുന്ന ഭാരതമെന്ന ആ പഴയ ഭൂപ്രദേശത്തിൻ്റെ സ്വാഭാവികമായൊരു തുടർച്ചയാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ എന്ന് വരുന്നത്. പണ്ടും ഈ ഭൂപ്രദേശമുണ്ട്. അങ്ങനെ പണ്ട് മുതലേ നിലനിന്ന് പോരുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ പിൽക്കാലത്തെ ഒരു പേരല്ല ഇന്ത്യ എന്നത്. അത് ഒരു ഭൂപ്രദേശത്തിൻ്റെ മാത്രം പേരല്ല. ആ പേരിനുള്ളിൽ
ആ പ്രദേശത്തെ സംബന്ധിക്കുന്ന പുതിയ ചില കാഴ്ചപ്പാടുകൾ അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് നന്നായി മനസ്സിലാകാൻ സഹായകമാകുന്ന മറ്റൊരു സംഗതി കൂടി ഞാനിവിടെ പറയാം. അത് കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. 1940കളുടെ തുടക്കമാകുമ്പോഴേക്കും ഐക്യ കേരളം എന്ന ആശയം ശക്തിപ്പെട്ടു തുടങ്ങി. അതിനു മുമ്പ് തന്നെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളെ കൂട്ടിയിണക്കി ഏകീകൃതമായ ഒരു കേരളം നിലവിൽ വരണമെന്ന ആശയം കേരളത്തിൽ ആദ്യം ഉന്നയിച്ചുകൊണ്ട് കേസരി ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിൽ എഴുതുന്നുണ്ട്. എങ്കിലും 1940കളിലാണ് അത് ശക്തിപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഐക്യകേരള പ്രസ്ഥാനം വളരെ ശക്തമായി. അതിനെ മുൻനിർത്തി കേരളത്തിൽ വലിയ രാഷ്ട്രീയ സമരങ്ങൾ തന്നെ നടന്നു. EMS ആദ്യം 1.25 കോടി മലയാളികൾ എന്ന പേരിലും പിന്നീട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പേരിലും ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നത് ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഈ ഭൂപ്രദേശങ്ങളെ കൂട്ടിയിണക്കി കേരളം എന്ന ഒരു പൊതുഭാഷാദേശം ഉണ്ടാക്കണം എന്നതാണ് അതിലെ വാദം. ഈ വാദത്തോട് അന്ന് കേരളത്തിലെ തന്നെ പലരും എതിരായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ പല പ്രധാന നേതാക്കളും അവിടുത്തെ രാജവംശവും ഐക്യ കേരളം എന്ന ആശയത്തിന് എതിരായിരുന്നു. കാരണം അന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ, രാജാഭരണ നാട്ടുരാജ്യങ്ങളെയൊക്കെ അവയുടെ സാമ്പത്തിക വളർച്ചയുടെ തോതനുസരിച്ച് ABC എന്നിങ്ങനെ 3 തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. അതിൽ തിരുവിതാംകൂർ ഒരു A ഗ്രേഡ് നാട്ടുരാജ്യമാണ്. കൊച്ചി സംസ്ഥാനം A ഗ്രേഡ് നാട്ടുരാജ്യമായി മാറി. മലബാർ ആകട്ടെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ടുള്ള, മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജില്ലയായിരുന്നു അന്ന് മലബാർ. അതൊരു C ഗ്രേഡ് മേഖലയാണ്. അതുകൊണ്ട് 1-ാം നിലയിലുള്ള തിരുവിതാംകൂറും 3-ാം നിലയിലുള്ള മലബാറും തമ്മിൽ കൂട്ടിയിണക്കുന്നത് തിരുവിതാംകൂറിന് വലിയ നഷ്ടമായിരിക്കുമെന്നാണ് രാജവംശമൊക്കെ കരുതിയത്. തിരുവിതാംകൂറുമായി ചേരുന്നത് മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ തുടരാൻ മാത്രമേ സഹായിക്കൂ എന്ന് കരുതിക്കൊണ്ട് ഐക്യ കേരളത്തെ എതിർത്ത ആളുകൾ മലബാറിലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പൊതുവിൽ ഐക്യ കേരളത്തെ പല നിലയിൽ എതിർക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേളപ്പനെ പോലുള്ള ആളുകളും കോൺഗ്രസിലെ ഒരു വിഭാഗവും ഒക്കെ വളരെ ശക്തമായി ഐക്യ കേരളത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു കാലവുമാണ്. ഈ ഘട്ടത്തിലാണ് കൊച്ചിയിലെ രാജാവ് തൻ്റെ പരമ്പരാഗതമായ അവകാശാധികാരങ്ങളൊക്കെ ഐക്യ കേരളത്തിന് വേണ്ടി കൈയൊഴിയാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം നടത്തുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് ഇതിനെതിരാണ്. തിരുവിതാംകൂർ വേറിട്ട് നിൽക്കണമെന്നാണ് CP വാദിച്ചത്. പൊതുവെ ഐക്യ കേരളം എന്ന ആശയത്തെ തിരുവിതാംകൂർ രാജവംശം അംഗീകരിച്ചുമില്ല. കൊച്ചി രാജാവാകട്ടെ മറ്റൊരു നിലപാടെടുത്ത് തൻ്റെ അധികാരം തന്നെ കൈയൊഴിയാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും കേരളത്തിൽ ആ പ്രഖ്യാപനത്തിന് വലിയ സ്വീകാര്യത അക്കാലത്ത് കിട്ടുകയും ചെയ്തു. അങ്ങനെ സ്വീകാര്യത കിട്ടുകയും മാതൃഭൂമി പോലുള്ള ദിനപത്രങ്ങൾ കൊച്ചി രാജാവിനെ ഐക്യ കേരള തമ്പുരാൻ എന്നൊക്കെ വാഴ്ത്തുകയും ഉണ്ടായി. ആ ഘട്ടത്തിൽ EMS ഒരു ലഘുലേഖ ഇതേക്കുറിച്ച് എഴുതുന്നുണ്ട്. ആ ലഘുലേഖയുടെ തലക്കെട്ടായിട്ട് EMS കൊടുത്തത് കൊച്ചി രാജാവിൻ്റെ ഐക്യ കേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്നായിരുന്നു. ഇത് ആളുകളെ വല്ലാതെ അന്ന് അലോസരപ്പെടുത്തിയ ഒരു ശീർഷകമാണ്. കാരണം ഐക്യ കേരളത്തിന് വേണ്ടി തൻ്റെ രാജാധികാരം ഒഴിയാൻ സന്നദ്ധനാണ് എന്ന് കൊച്ചി രാജാവ് പ്രഖ്യാപിച്ചിരിക്കെ ആ രാജാവിനെതിരെ EMSനെ പോലൊരാൾ അത് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനം ഉയർത്തുന്നത് എന്തുകൊണ്ട് എന്ന് ആളുകൾക്ക് വേണ്ട അളവിൽ വ്യക്തമായില്ല. EMS ആ വിമർശനത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താണ് കൊച്ചി രാജാവ് ഐക്യ കേരളമായി സങ്കല്പിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഐക്യ കേരള പ്രഖ്യാപനത്തിൽ കൊച്ചി രാജാവ് പറഞ്ഞത് ചിരപുരാതനമായ കേരളീയമായ മൂല്യങ്ങളെ നിലനിർത്തുന്നതും പരമ്പരാഗതമായ ചേര സാമ്രാജ്യ സങ്കല്പത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളതുമായ ഒന്നാണ് ഐക്യ കേരളം എന്നാണ്. EMS ചൂണ്ടിക്കാണിച്ച കാര്യം പുതുതായി നിലവിൽ വരുന്ന ഐക്യ കേരളത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ
അത് പരമ്പരാഗതമായ ചേരവാഴ്ചയുടെയോ സാമ്രാജ്യവാഴ്ചയുടെയോ നാടുവാഴുത്ത മധ്യകാല മൂല്യങ്ങളുടെയോ എന്തെങ്കിലും ഒരു അംശം നിലനിൽക്കുന്ന ഒന്നായി കൂടാ. അതുകൊണ്ട് പരമ്പരാഗതമായ ചേര സാമ്രാജ്യ സങ്കല്പവും രാജവാഴ്ചയും അതിൻ്റെ മൂല്യങ്ങളും നാടുവാഴുത്തത്തിൻ്റെ ആശയാവലികളുമെല്ലാം പരിപൂർണമായി ഒഴിച്ചു മാറ്റപ്പെട്ട, പരിപൂർണമായി റദ്ദാക്കപ്പെട്ട ഒരു കേരളത്തിന് മാത്രമേ ആധുനികമായ ഐക്യ കേരളം ആകാൻ കഴിയൂ. അതുകൊണ്ട് കേരളം എന്ന പേര് കൊച്ചി രാജാവും പറയുന്നു, ഐക്യ കേരള പ്രസ്ഥാനക്കാരും പറയുന്നു എന്നതിൻ്റെ അർത്ഥം രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് ഒരേ കേരളത്തെക്കുറിച്ചാണ് എന്നല്ല. രാജാവ് ഉദ്ദേശിച്ചത് രാജവാഴ്ചയുടെ പൗരാണിക മൂല്യങ്ങൾക്കൊക്കെ അതിനൊക്കെ തുടർച്ചയുള്ള ഒരു മധ്യകാലത്തിൻ്റെ മതാത്മക പ്രകൃതമുള്ള, പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്തു എന്നൊക്കെ സങ്കല്പിക്കപ്പെടുന്ന ഒരു ഐതിഹ്യാത്മക കേരളത്തെയാണെങ്കിൽ, ഐക്യ കേരള പ്രസ്ഥാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ളവരുമൊക്കെ മുമ്പോട്ട് വച്ചത് ഒരു ഭാഷാ സമൂഹം, ജനാധിപത്യ സമൂഹം, ആധുനികമായ പൗരബോധത്തിന് മേൽക്കൈയുള്ള സമൂഹം എന്ന നിലയിലുള്ള കേരളമാണ്. അതുകൊണ്ട് ഒരു പേരാണ് പറയുന്നതെങ്കിലും ആ പേരിൻ്റെ ഉള്ളിലെ പൊരുളൊന്നല്ല. രാജാവിൻ്റെ ഐക്യ കേരളം ഒരു തരമാണ്, ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ഐക്യ കേരളം വേറൊരു തരമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് EMS പറഞ്ഞത്, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ചെയ്തത് യൂറോപ്പിൽ അവർ നാടുവാഴുത്തത്തിൻ്റെ എല്ലാ കെട്ടുകളും പൊട്ടിച്ച് ഫ്യൂഡലിസത്തിൻ്റെ കടവേരറുത്തിട്ടാണ് ആധുനിക മുതലാളിത്തത്തിലേക്ക് കടന്നതെങ്കിൽ, ഇന്ത്യയിലാകട്ടെ ജന്മിവാഴ്ചയെയും നാടുവാഴുത്തത്തെയും സംരക്ഷിച്ചു നിർത്തി തങ്ങൾക്ക് ചുങ്കം പിരിക്കാനും തങ്ങളുടെ ഭരണം തങ്ങൾക്ക് വേണ്ടി നിറവാറ്റാനുമുള്ള ഇടനിലപ്പണിക്കാരായി ജന്മിത്വത്തെ, നാടുവാഴുത്തത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം പ്രവർത്തിച്ചത്. ആ ബ്രിട്ടീഷ് ഭരണം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പം, അതായത് മധ്യകാലത്തിൻ്റെ നാടുവാഴുത്തത്തിൻ്റെ മതാത്മകതയുടെ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങൾക്കൊന്നും ഒരു പോറലുമേൽക്കാത്ത ഒരു കേരളം എന്ന സങ്കല്പമാണ് വാസ്തവത്തിൽ കൊച്ചി രാജാവ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടിത് ആധുനികമായ ഐക്യ കേരളമല്ല, മറിച്ച് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനിത് പറയാൻ കാരണം, ഐക്യ കേരളം എന്ന് രാജാവും പറയുന്നു, ഐക്യ കേരളം എന്ന് നമ്മളും പറയുന്നു എന്നതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ്. ഇതുപോലെ ദേശീയതയെന്ന് ഹിന്ദുത്വവാദികൾ പറയുന്നു, ഭാരതരാഷ്ട്രമെന്ന് ഹിന്ദുത്വവാദികൾ പറയുന്നു, ഭാരതമെന്നും ഇന്ത്യയെന്നും ഭരണഘടന പറയുന്നു, സാമ്രാജ്യവിരുദ്ധ പോരാട്ടം നടത്തിയവർ പറയുന്നു. ഇത് രണ്ടും ഒന്നാണ് എന്ന് നാം ധരിച്ചുകൂടാ. ഇവ തമ്മിൽ മൗലികമായ വ്യത്യാസങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇവ തമ്മിൽ എന്നതിനേക്കാൾ ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന് പറയുന്നത് അത് ചിരപുരാതനമായ ഏതെങ്കിലും ഒരു മൂല്യത്തിൽ നിന്ന് ഇവിടേക്ക് കൈമാറിക്കിട്ടിയതല്ല, മറിച്ച് ഇന്ത്യൻ ജനതയുടെ വിപുലമായ സമരങ്ങളിലൂടെ വികസിച്ചു വന്നതാണ്. ഇപ്പോൾ ധർമ്മനിരപേക്ഷത എന്നത് ഇന്ത്യയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നൊക്കെ ഹിന്ദുത്വവാദികൾ ധാരാളമായി പറയാറുണ്ട്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന് തൊട്ട് പിറ്റേ ദിവസം RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ അതിനെതിരെ മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ RSS ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ, ഈ ഭരണഘടന ഒന്നാമതായി പരമ്പരാഗതമായ ചിരപുരാതനമായ ഭാരതീയ ഭരണഘടനാ മൂല്യങ്ങളെ അല്പം പോലും ഉൾക്കൊള്ളാത്ത ഒന്നാണ്. എവിടെയാണ് ഈ പരമ്പരാഗതമായ ഭാരതീയ ഭരണഘടനാ മൂല്യങ്ങൾ ഉള്ളത് എന്ന കാര്യം ആ മുഖപ്രസംഗം പറയുന്നുണ്ട്. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു പക്ഷെ പറയണമെന്നില്ല, അന്നവരത് പറഞ്ഞിട്ടുണ്ട്. അത് മനുസ്മൃതിയാണ്. രണ്ടാമത് അവർ ഉന്നയിച്ച ഒരു വാദം, ഇതിൽ വലിയൊരു പങ്ക്, ഇന്ത്യൻ ഭരണഘടനയുടെ വലിയൊരു പങ്ക് ഫ്രാൻസിലെയും കാനഡയിലെയും അമേരിക്കയിലെയും ഒക്കെ ഭരണഘടനകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് ഒരു കടമെടുപ്പാണ് എന്ന്. അതുകൊണ്ട് ഈ ഭരണഘടന അംഗീകരിക്കപ്പെടേണ്ടതല്ല എന്ന ഒരു കാഴ്ചപ്പാട് തൊട്ട് പിറ്റേ ദിവസങ്ങളിൽ ജനുവരി 27-നും 28-നുമൊക്കെ ഓർഗനൈസർ വിശദമായിട്ട് അവരുടെ മുഖപ്രസംഗങ്ങളിലൂടെ പറയുകയും ചെയ്തു. അതിലൊരു ശരിയുണ്ട്. ശരി എന്താണെന്ന് വെച്ചാൽ,
ചിരപുരാതനമായ ഭാരതീയ ഭരണഘടനാ മൂല്യമെന്ന് അവർ പറയുന്ന യാതൊന്നും തന്നെ വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആധുനികമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ. കാരണം ഇന്ത്യൻ ഭരണഘടന എന്നത് അംബേദ്കർ ഈ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളുടെ സന്ദർഭത്തിൽ ഈ പ്രശ്നം ഉയർന്നു വന്നു. അതായത് എന്തുകൊണ്ടാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഭരണ നടപടിക്രമങ്ങളുടെ വലിയ ഒരു വിശദാംശങ്ങൾ അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യം അന്ന് ശക്തമായി വരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ട് കോപ്പി അടിച്ചതാണ് എന്നെല്ലാം പലരും ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അംബേദ്കർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ജനത സ്വതസിദ്ധമായി ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കെൽപ്പുള്ളതല്ല. എന്തുകൊണ്ടല്ല? ഇന്ത്യൻ ജനത സാഹോദര്യപൂർവം അന്യോന്യം സമഭാവനയോടെ പെരുമാറാൻ കഴിയുന്ന ആത്മബലമോ ആന്തരിക ശേഷിയോ ഉള്ള ഒരു സമൂഹമല്ല. കാരണം സഹസ്രാബ്ദങ്ങളായി ജാതിയാൽ വിഭജിതമായതാണ് ഇന്ത്യൻ സമൂഹം. അതുകൊണ്ട് ജാതിബന്ധങ്ങൾ കൊണ്ട് വിഭജിക്കപ്പെട്ട മനുഷ്യരെ പല തട്ടുകളായി തിരിക്കുകയും ഓരോ തട്ടിനും സവിശേഷമായ പെരുമാറ്റക്രമങ്ങളും ജീവിത മൂല്യങ്ങളും പദവികളുമൊക്കെ നിർദ്ദേശിക്കുകയും തമ്മിൽ കൂടിക്കലർന്നുള്ള മാനുഷികമായ ജീവിതം അസാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയുടെ പേരാണ് ജാതി എന്നത്. ഒരർത്ഥത്തിൽ ലോകത്ത് മനുഷ്യരെ തമ്മിൽ പിളർക്കാൻ ഇതിനേക്കാൾ സങ്കീർണമായ ഫലപ്രദമായ ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അത്ര വിനാശകരമായ മാരകമായ സാമൂഹ്യ വിഭജന സംവിധാനമാണ് ജാതി. ഈ ജാതി ബന്ധങ്ങൾക്കുള്ളിലാണ് സഹസ്രാബ്ദങ്ങളായി ഇന്ത്യ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും തുല്യരായി പരിഗണിക്കണമെന്ന ഒരു തത്വം, ആ തത്വം കേവലമായി പറഞ്ഞതുകൊണ്ട് ഭരണനിർവഹണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ ജനാധിപത്യപരമായ ഭരണനിർവഹണം ഉറപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ ഭരണനിർവഹണ സന്ദർഭത്തിലും എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പ്രതിപാദനം ഭരണഘടനയിൽ തന്നെ വേണം. അത് ഭരണഘടനാപരമായി വ്യവസ്ഥ ചെയ്യപ്പെടണം എന്ന് അംബേദ്കർ നിർദ്ദേശിക്കുകയുണ്ടായി. സാധാരണ ഭരണഘടനകളിൽ ഭരണനിർവഹണത്തിൻ്റെ ചട്ടങ്ങളും വകുപ്പുകളും വലിയ തോതിൽ ഉൾപ്പെടുത്തില്ല. മറിച്ച് രാഷ്ട്രത്തിൻ്റെ നിർവചനം, രാഷ്ട്രത്തിൻ്റെ സ്വഭാവ വിശദീകരണം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളാണ് ഭരണഘടനയിൽ പൊതുവെ ഉണ്ടാവുക. ഇന്ത്യൻ ഭരണഘടന അങ്ങനെയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന മാറിത്തീർന്നതിൻ്റെ കാരണവും ഇതാണ്. ഭരണനിർവഹണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയൊക്കെ പെരുമാറണം, എന്തൊക്കെയാണ് അതിൻ്റെ ക്രമങ്ങൾ, അതിൻ്റെ ചട്ടങ്ങൾ എന്ന വളരെ വിശദമായ പ്രതിപാദനം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ആ പ്രതിപാദനത്തിൻ്റെ മഹാഭൂരിപക്ഷവും 1935 ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് അംബേദ്കർ സ്വീകരിച്ചതുമാണ്. അതിനുള്ള കാരണമായിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർ തുല്യരാണ് എന്ന തത്വം ആമുഖത്തിൽ എഴുതി വച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിലോ ഭരണനിർവഹണത്തിലോ അത് പ്രതിഫലിക്കില്ല. മറിച്ച് മനുഷ്യർ തുല്യരായ പെരുമാറ്റം, പ്രവർത്തനം, ഭരണനിർവഹണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നത് ഭരണഘടനാപരമായി തന്നെ വ്യവസ്ഥപ്പെടുത്തണം. എങ്കിലേ അത്തരം പ്രവർത്തനം നടക്കൂ, അല്ലെങ്കിൽ ഇത് അട്ടിമറിക്കപ്പെടും. എന്നതുകൊണ്ട് ഈ വ്യവസ്ഥകളൊക്കെ ഞാൻ അതിൽ നിന്ന് സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം അതിന് നൽകുന്ന വിശദീകരണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പൗരാണികമായ ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ, ഭാരതീയ ജീവിത രീതിയുടെ പിൽക്കാലത്തേക്കുള്ള വെറുമൊരു തുടർച്ചയല്ല നമ്മുടെ ആധുനിക ഭരണഘടനയായിട്ടോ ഇന്ത്യ എന്ന രാഷ്ട്രമായിട്ടോ മാറിത്തീർന്നത്. അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഹിന്ദുത്വവാദം വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുത്വവാദികളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ചരിത്രം എന്നത് ഇങ്ങനെ കാലങ്ങളിലൂടെ തുടരുന്ന ഒന്നാണ്. അതിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടായതായി അവർ കാണുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടേ പറ്റൂ. എന്താണ് ഈ മാറ്റം? 1890
80കളിലും 90കളിലുമാണ് ദേശീയത എന്ന ആശയം ഇന്ത്യയിൽ പടിപടിയായി വികസിച്ചു വരുന്നത്. ഇന്ത്യയിലെ വലിയ സാമൂഹ്യ ചരിത്രകാരനായ AR ദേശായി ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹ്യ പശ്ചാത്തലം, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ പല ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകമാകുമ്പോഴേക്കും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഉപരിവർഗ വിഭാഗങ്ങളിലും മധ്യവർഗ വിഭാഗങ്ങളിലും ദേശീയത എന്ന ആശയം ഒരു കാഴ്ചപ്പാടായിട്ട് പതിയെ പതിയെ രൂപപ്പെട്ടു തുടങ്ങി എന്ന് അദ്ദേഹം പറയുന്നു. 20ാം നൂറ്റാണ്ടിലേക്കുള്ള പരിവർത്തന സന്ദർഭമാകുമ്പോഴേക്കും അത് മറ്റൊരു പ്രകാരത്തിലേക്ക് മാറുന്നത് ഇന്ത്യയിൽ വികസിച്ചു വന്ന കച്ചവട ബൂർഷ്വാസിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിലുള്ള വൈരുദ്ധ്യം എന്ന നിലയ്ക്കാണ്. കാരണം ഇന്ത്യയിൽ വികസിച്ചു വന്ന പുതിയ കച്ചവട വിഭാഗം ഈ ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷനെ, ചുങ്ക സംവിധാനങ്ങളെ, ഗവൺമെൻറ് ചുമത്തുന്ന നികുതികളെ, അത് പലതും തങ്ങൾക്കെതിരായതുകൊണ്ട് അതിനെ വിമർശിക്കാനോ എതിർക്കാനോ തയ്യാറായി വരികയും ഇന്ത്യൻ ജനതയുടെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്കെതിരായ ഒന്നാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ സംവിധാനങ്ങൾ എന്ന കാഴ്ചപ്പാടിനെ മുൻനിർത്തി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായ ഒരു ദേശീയതാ സങ്കല്പം ഈ കച്ചവടക്കൂട്ടങ്ങളെ മുൻനിർത്തി, കച്ചവട ബൂർഷ്വാസിയെ മുൻനിർത്തി രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു. ദേശായി ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ ഘട്ടം അതാണ്. മൂന്നാമത്തതാകട്ടെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഈ രണ്ട് ഘട്ടങ്ങളും ഇന്ത്യൻ ജനതയുടെ മേൽത്തട്ടിലെ 2-3% ആളുകൾ, പരമാവധി 4-5-10% ആളുകളെ മാത്രം സ്പർശിച്ച, ഇന്ത്യൻ ജനതയിൽ 90%-ത്തിലും യാതൊരു തരത്തിൽ സ്വാധീനം ചെലുത്താത്ത ഒന്നായിരുന്നു ആദ്യത്തെ 2 ഘട്ടങ്ങളിലെ ദേശീയതാ ബോധമെങ്കിൽ മൂന്നാമത്തെ ഘട്ടം എത്തുമ്പോൾ അത് മാറി. അത് പ്രധാനമായിട്ടും 905 ബംഗാൾ വിഭജനം, അതിന് തുടർന്നുണ്ടായ സ്വദേശി പ്രസ്ഥാനം, അതിൻ്റെ ജനകീയമായ വലിയ വ്യാപനം. ഈ ജനകീയമായ ദേശീയതാബോധത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഘട്ടത്തിൽ ആ ദേശീയതാ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനമായി നിന്നത് ലളിതമായി പറഞ്ഞാൽ മതമായിരുന്നു. മിലിറ്റന്റ് ഹിന്ദു നാഷണലിസം, വളരെ ബലിഷ്ഠമായ മതാത്മക ദേശീയതാ സങ്കല്പം ഇന്ത്യയിൽ ഉടനീളം പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ് 1910-20 കാലഘട്ടം, ആദ്യ പതിറ്റാണ്ടുകൾ. അതിൻ്റെ നേതാവായി, സമുന്നതനായ നേതാവായി ഉയർന്നു വന്ന ഒരാളാണ് ബാലഗംഗാധര തിലകൻ. അദ്ദേഹം ഗണേശോത്സവത്തിൻ്റെ ഒക്കെ വലിയ പ്രതിനിധിയായിരുന്നു. ഗണേശോത്സവത്തെ ദേശീയ പ്രസ്ഥാനവുമായി കൂട്ടിയിണക്കിയ ഒരാളായിരുന്നു. നവോത്ഥാനപരമായ ശ്രമങ്ങൾ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുമെന്ന് വാദിച്ചുകൊണ്ട് നവോത്ഥാന ശ്രമങ്ങൾക്കെതിരെ നിന്ന ഒരാൾ കൂടിയായിരുന്നു. ഉദാഹരണത്തിന് ബാലികാ വിവാഹം, ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ വിവാഹം ഹിന്ദുമതത്തിൽ സ്വാഭാവികമായിട്ട് നടന്നിരുന്നു. അതിനെ എതിർക്കുന്നത് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാടായിരുന്നു തിലകൻ്റേത്. കാരണം അങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ വന്നാൽ, അല്ലെങ്കിൽ സതി നിരോധിക്കാൻ വേണ്ടി നടത്തിയ വാദങ്ങൾ, വിധവാ വിവാഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ശക്തി കുറയ്ക്കും. അതുകൊണ്ട് ബ്രിട്ടനെതിരായ സമരമാണ് പ്രധാനം, മറ്റതൊക്കെ അപ്രധാനമാണ് എന്ന് കരുതുന്ന ഒരു കാഴ്ചപ്പാടാണ് തിലകനെടുത്തത്. ഇത് തിലകൻ്റെ ഒരു സ്വകാര്യ കാഴ്ചപ്പാടല്ല. ഇന്ത്യയിൽ വികസിച്ചു വന്ന ബ്രാഹ്മണാധിപത്യപരമായ മതാത്മകമായ ദേശീയതാ സങ്കല്പം പൊതുവിൽ കൈക്കൊണ്ട നിലപാട് അതാണ്. ഇപ്പോഴും അതുണ്ട്. ഇന്നലെ പാർലമെന്റിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാരിൽ മഹാഭൂരിപക്ഷം പേരും ബ്രാഹ്മണരാണ് എന്ന് പറയുന്ന സമയത്ത് ഭരണകക്ഷി MP-മാർ തടസ്സപ്പെടുത്തി എന്ന കാര്യം, ആ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല എന്ന കാര്യം ഇന്ന് പത്രത്തിലുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയിൽ റിസർവേഷൻ ഇല്ല. റിസർവേഷൻ എവിടെയൊക്കെ ഇല്ലയോ അവിടെയൊക്കെ ബ്രാഹ്മണാധിപത്യം ഉണ്ടാവും. റിസർവേഷൻ എവിടെയൊക്കെ ഇല്ലയോ അവിടെയൊക്കെ ബ്രാഹ്മണാധിപത്യം ഉണ്ടാവും. അതുകൊണ്ട് മനുഷ്യര് തുല്യരാണെന്ന് ബഡായി പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും ഇന്ത്യയിൽ ജനാധിപത്യവും സമത്വവും ഒന്നും നിലനിൽക്കില്ല. അത് ഭരണഘടനാപരമായി തന്നെ വ്യവസ്ഥ ചെയ്യപ്പെടണം എന്ന് അംബേദ്കർ പറഞ്ഞത് അതുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ തിലകനെ പോലുള്ള ആളുകൾ, ഇപ്പം തിലകൻ മാത്രമല്ല കേട്ടോ, ഒരു ഘട്ടത്തിൽ ഗാന്ധി വരെ ഈ നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പം ഗാന്ധി അംബേദ്കറുമായി നടത്തിയ സംഭാഷണത്തിൽ ഗാന്ധി അംബേദ്കറോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തും, വൈകിപ്പിക്കും എന്ന് ഗാന്ധിജി അംബേദ്കറോട് പറഞ്ഞു. അംബേദ്കർ അതിന് പറഞ്ഞ മറുപടി,
അദ്ദേഹം ഗാന്ധിയോട് പറഞ്ഞത്, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. മിസ്റ്റർ ഗാന്ധി, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല എന്നാണ്. അത് ചെറിയൊരു വാക്യമല്ല. കാരണം വഴി നടക്കാൻ അവകാശമില്ലാത്തവർക്ക്, പള്ളിക്കൂടത്തിൽ പോകാൻ അവകാശമില്ലാത്തവർക്ക്, കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ അവകാശമില്ലാത്തവർക്ക്, പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പോലും അവകാശമില്ലാത്ത മനുഷ്യർക്ക് ഇത് മാതൃരാജ്യമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ ചോദ്യം മലയാളത്തിലൊരു വലിയ കവി വേറൊരു സന്ദർഭത്തിൽ ചോദിച്ചിട്ടുണ്ട്. എടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഒരു കവിതയില് കുടിയിറക്കപ്പെട്ടവരെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്. അതിൽ അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്: കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, അതുകൊണ്ടെന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരയ്ക്ക് അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് ഈ രാജ്യത്തെ മാതൃരാജ്യം എന്ന് പറയണമെങ്കിൽ ഒരൊറ്റ കാര്യമേ അതിനടിസ്ഥാനമായിട്ടുള്ളൂ: നിങ്ങൾക്ക് അതിൽ സ്വാധികാരം വേണം, നിങ്ങൾക്ക് അധികാരം വേണം. നിങ്ങൾക്ക് വഴി നടക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ, നിങ്ങൾക്ക് ജീവിക്കാൻ അധികാരമുള്ള ഒരിടത്തിന്റെ പേരാണ് മാതൃരാജ്യം. അതല്ലാതെ പുറത്തിറങ്ങാൻ വയ്യാത്ത, വഴി നടക്കാൻ വയ്യാത്ത, മനുഷ്യരെ നേർക്ക് നേർക്ക് കണ്ടുകൂടാത്ത, പകൽ വെളിച്ചത്തിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത ഒരു പ്രദേശം എൻ്റെ മാതൃരാജ്യമാണെന്ന് എന്നോട് പറയുന്നതിനേക്കാൾ നിരർത്ഥകമായി മറ്റെന്താണുള്ളത്? അതുകൊണ്ട് ഗാന്ധിജി മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വൈകും എന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ കർക്കശമായ ഒരു ഭാഷയിലാണ് പറഞ്ഞത്: മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. ഇത് നിങ്ങളുടെ മാതൃരാജ്യമാണ്, ഞങ്ങളുടെ അല്ല. ഗാന്ധിജിയുടെ കണ്ണു തുറപ്പിച്ചൊരു ഉത്തരമാണ് കേട്ടോ. ആ ഉത്തരത്തിന് ശേഷമാണ് ഗാന്ധിജി ഈ ഐത്തത്തിനെതിരെയും ജാതി വിവേചനങ്ങൾക്കെതിരെയുള്ള തൻ്റെ കാഴ്ചപ്പാടുകളെ ശക്തിപ്പെടുത്തിയത്. ഗാന്ധിയെ അംബേദ്കർ തിരുത്തുന്ന ഒരു സന്ദർഭം അതാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ, തിലകന്റെ ഒക്കെ വീക്ഷണത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് കൈവരുന്ന ഒന്നാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടൻ പോയി മറ്റാരെങ്കിലും ഭരണം കൈയാളുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല. കാരണം ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ എത്രയോ മാരകമായിരുന്നു ഇന്ത്യയിലെ ജാതിമർദ്ദനം. ഇപ്പൊ കേരളത്തിൽ തന്നെ രണ്ട് വലിയ കവികൾ ഇക്കാര്യത്തിൽ തർക്കിച്ചിട്ടുണ്ട്. കുമാരനാശാൻ കവിതയിൽ ഒരു ഘട്ടത്തിൽ എഴുതി: എന്തിനു ഭാരതധരെ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ. ജാതിയുടെ പേരിൽ മനുഷ്യന്മാര് തമ്മിലടിച്ച് മരിക്കുന്ന ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ജാതിയുടെ പേരിൽ തമ്മിലടിച്ച് മരിക്കുന്ന ഒരു രാജ്യമാണിത്. ജാതി മതിരാന്ധർ തമ്മിലടിച്ച് മരണപ്പെടുന്ന ഈ രാജ്യത്തിന് എന്തിനാണ് സ്വാതന്ത്ര്യം? അപ്പൊ അതിന് മറുപടിയായിട്ട് വള്ളത്തോളൊരു കവിത എഴുതുന്നുണ്ട്. ആ കവിതയുടെ പേരും ഒരു മറുപടി എന്നാണ്. ആ കവിതയിൽ വള്ളത്തോള് കുമാരനാശാന് മറുപടി പോലെ എഴുതിയ രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ്: സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങി മറിയല. സഹോദരന്മാർ തമ്മിലൊരു വഴക്കുണ്ടായ വഴക്കായിട്ടൊന്നും കാണണ്ട, സ്നേഹം കൊണ്ടുള്ള ശണ്ഠയായിട്ട് കണ്ടാൽ മതി എന്നാണ് വള്ളത്തോളിന്റെ ഒരു മറുപടി. ഇങ്ങനെ പറയാൻ വള്ളത്തോളിന് കഴിഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ കുറ്റമായിട്ട് പറയല്ല, ഇങ്ങനെ പറയാൻ വള്ളത്തോളിന് കഴിഞ്ഞതിന് ഒരേ ഒരു കാരണമുള്ളൂ: വള്ളത്തോൾ വെറും വള്ളത്തോളല്ല, വള്ളത്തോൾ നാരായണ മേനോനാണ്. അടി കണ്ടവന് അതൊരു സാഹോദര്യമായിട്ട് തോന്നും, കൊണ്ടവന് സാഹോദര്യമൊന്നുമില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് കൊണ്ടവന് അടി വേദന തന്നെയാണ്, കണ്ടവന് സൗഹൃദത്തിന്റെ കലങ്ങി മറിയലാന്നൊക്കെ പറയാം. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല. ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് സാമൂഹിക സ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഒരുപോലെ പ്രധാനമാണ്. സാമൂഹിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജാതി ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇതിൽ സാമൂഹിക സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിൽ നമ്മൾ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ഘട്ടത്തിലും വിജയിച്ചില്ല. സ്വാതന്ത്ര്യപ്രാപ്തി കഴിഞ്ഞ് 75 വർഷം പിന്നിടുമ്പോൾ അന്നുണ്ടായിരുന്ന സാമൂഹിക സ്വാതന്ത്ര്യത്തെക്കാൾ എത്രയോ ദുർബലമാണ് നമ്മുടെ സാമൂഹിക സ്വാതന്ത്ര്യം എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സാമൂഹിക സ്വാതന്ത്ര്യം ശക്തിപ്പെടുകയല്ല ചെയ്തത്. നോക്കൂ, മതത്തിന്റെ പേരിലുണ്ടായിരുന്ന വിഭജനം ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതിനേക്കാൾ എത്രയോ ശക്തമാണ് ഇന്ന്.
നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ ചൊല്ലി, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തെ ചൊല്ലി, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളെ ചൊല്ലി, നിങ്ങളുടെ പ്രണയബന്ധങ്ങളെ ചൊല്ലി, നിങ്ങളുടെ കുടുംബബന്ധങ്ങളെ ചൊല്ലി ഒക്കെ ഒരു സമൂഹത്തെ വെട്ടിപ്പിളർക്കാൻ മതഭീകരവാദികൾക്ക് കഴിയുന്ന ഒരു സ്ഥിതി ഇന്നുള്ളതുപോലെ കാൽനൂറ്റാണ്ട് മുമ്പില്ല. നോക്കൂ, ഈ രാഷ്ട്ര ഇന്നും അതിൻ്റെ ആമുഖത്തിൽ, ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ രാഷ്ട്രം മതനിരപേക്ഷമാണ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. ഇപ്പൊ ഹിന്ദുത്വവാദികൾ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തതാണ്, പ്രിയാമ്പിളിന്റെ ഒറിജിനൽ ഉണ്ടായില്ല എന്നാണ്. ഇത് ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വന്നതാണ് കേട്ടോ, സെക്യുലർ എന്നുള്ള വാക്ക് പ്രിയാമ്പിളിൽ വേണമെന്ന്. അംബേദ്കർ അതിന് മറുപടിയായി പറഞ്ഞ കാര്യം, ഈ ഭരണഘടനയിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നടപ്പാകണമെങ്കിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, സാഹോദര്യം, ഇതേതെങ്കിലും ഒരു കാര്യം നടപ്പിലാകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായിരിക്കേണ്ടത് മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷമായിട്ടല്ലാതെ എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് സാഹോദര്യപൂർവ്വം കഴിയാൻ പറ്റുക? മതനിരപേക്ഷമായിട്ടല്ലാതെ എങ്ങനെയാണ് മുഴുവൻ പേരുടെയും സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ സാക്ഷാത്കരിക്കാൻ കഴിയുക? അതുകൊണ്ട് അന്ന് അംബേദ്കർ പറഞ്ഞ ഉത്തരം, മതനിരപേക്ഷത എന്നത് ഈ ഭരണഘടനയിൽ ഇംപ്ലൈഡാണ്, നിലീനമാണ്. ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ശ്വസിക്കാൻ വായു വേണമെന്ന് നിയമം എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റൂ. എന്നതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ജീവവായുവായ തത്വമാണ് മതനിരപേക്ഷത. അതുകൊണ്ട് അത് പ്രത്യേകമായി എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെ കാഴ്ചപ്പാട്. പക്ഷെ പിന്നീട് ഇത് അറ്റാക്ക് ചെയ്യപ്പെട്ടു തുടങ്ങുന്ന സമയത്താണ് ഇത് പ്രത്യേകമായി എഴുതി ചേർക്കപ്പെടുകയും മതനിരപേക്ഷത എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെട്ടതാണ്. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അടിസ്ഥാന ഘടനയിൽ മതനിരപേക്ഷത ഉൾപ്പെട്ടിരിക്കുന്നു എന്നും അതിനെ ഇളക്കാൻ പാടില്ല എന്നും കേശവാനന്ദ ഭാരതി കേസിലൊക്കെ സുപ്രീം കോടതി വിധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് മതനിരപേക്ഷത എന്നത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതോ അമേരിക്കൻ കനേഡിയൻ ഭരണഘടനകളിൽ നിന്നോ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നോ അംബേദ്കറും സുഹൃത്തുക്കളും കടമെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നതോ ആയ ഒരാശയമല്ല. മറിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ അതിലൂടെ വികസിച്ചു വന്നതാണ്. ഏതാണ് ഈ സവിശേഷ ഘട്ടം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1910-20 ഘട്ടത്തിലൊക്കെ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് തിലകന്റെയും സ്വദേശി പ്രസ്ഥാനത്തിന്റെയും രാംപ്രസാദ് ബിസ്മിലിനെ പോലെ അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലെയൊക്കെയുള്ള ആളുകളിൽ നിന്ന്, അരവിന്ദ ഘോഷിനെ പോലെ ഒക്കെയുള്ള ആളുകളിൽ നിന്ന് ഊർജം സ്വാംശീകരിച്ച് ഒരു മതരാഷ്ട്രപരമായ ഹിന്ദുത്വത്തിൻ്റെതായ ഒരു രാഷ്ട്രസങ്കല്പത്തിലൂടെ ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു മിലിറ്റന്റ് നാഷണലിസം, ബലിഷ്ഠമായ മതാത്മക ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന കാലമാണ്. ഈ ഘട്ടത്തിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഗാന്ധിജി 1914 അവസാനം വരുന്നു. 15-ൽ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോഴേക്കും ഗാന്ധിജിക്ക് 45 വയസ്സായി. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ, അദ്ദേഹവും അതിനുശേഷമുള്ള കാലയളവിൽ ദേശീയ പ്രസ്ഥാനത്തിൽ ആകെയും വന്ന വ്യത്യാസങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഗാന്ധിജി ആദ്യം തുടങ്ങിയ സമരം ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ആദ്യം നടത്തിയ സമരത്തിന്റെ പേര് ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ്. ചമ്പാരനിലെ നിലക്കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സമരം നടത്തുന്നത്. ഇന്ത്യയിലെ പ്രമുഖനായ ചരിത്രകാരനായ ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് പറയുന്ന കൗതുകമുള്ള ഒരു നിരീക്ഷണം എന്താന്ന് വെച്ചാൽ, മനുഷ്യരുടെ അടിസ്ഥാനപരമായ ഭൗതിക ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങണം എന്ന ഇടതുപക്ഷപരമായ രാഷ്ട്രീയ തന്ത്രം ഇന്ത്യൻ ദേശീയ സമരത്തിൽ ആദ്യമായി ഫലപ്രദമായി പ്രയോഗിക്കുന്നത് ഗാന്ധിജിയാണ് എന്ന്. അന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടില്ല. 1917 ഈ സമരം നടക്കുമ്പോൾ ഗാന്ധിജി തുടങ്ങുന്ന സമരം കർഷകർക്ക് വിളവിന് വില കിട്ടണം, ഉപ്പിന് നികുതി കൊടുക്കാൻ പറ്റില്ല. അന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ 20% ഉപ്പിൽ നിന്നുള്ള ടാക്സാണ്. ചെറിയ തുകയൊന്നുമല്ല കേട്ടോ. വാസ്തവത്തിൽ ഉപ്പിനെ മുൻനിർത്തിയ ഒരു സമരം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ പണ്ഡിറ്റ് നെഹ്റു അടക്കമുള്ള ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു അതിൽ. കാരണം ഒരു അഖിലേന്ത്യാ സമരത്തിനൊക്കെ പറ്റിയ വിഷയമാണോ ഈ ഉപ്പ്? കുറച്ചും കൂടി ഗൗരവമുള്ള എന്തെങ്കിലും ഒരു വിഷയം എടുക്കേണ്ടതെന്നായിരുന്നു. ഇപ്പൊ ഗാന്ധിജിയുടെ ഉത്തരവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ,
അവസാനത്തെ ആളെ വരെ സ്പർശിക്കുന്നതായിരിക്കണം സമരവിഷയം എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾ ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ അഭിപ്രായമുള്ള 100-ൽ 10 പേർക്ക് മാത്രമേ ആ മുദ്രാവാക്യം അവരെ മാത്രമേ തൊടുകയുള്ളൂ. ഉപ്പിന് നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് തൊടാത്ത ഒരാളും ഉണ്ടാവില്ല. വിളവിന് വില കിട്ടണം എന്ന് പറഞ്ഞാൽ മുഴുവൻ കർഷകർക്കും ബാധകമാണ്. ഇപ്പൊ കർഷകരുടെ വർഗൈക്യം എന്ന് പറഞ്ഞല്ലോ, അത് കർഷകരുടെ വിളവാണ്. ആ കർഷകർ എന്ന യൂണിറ്റ് ഉയർന്നു വരുന്നതോടെ അതിൽ ഹിന്ദു വരും, സിഖ് വരും, ക്രിസ്ത്യാനി വരും, മുസൽമാൻ വരും, എല്ലാവരും വരും. ഈ ജാതിഭേദങ്ങൾക്കും മതഭേദങ്ങൾക്കും പുറത്ത് കർഷക ജനത എന്ന മറ്റൊരു യൂണിറ്റ് സമരത്തിന്റെ കേന്ദ്രത്തിൽ ഉയർന്നു വരും. ഇങ്ങനെ 1920-കൾ മുതൽ ഇന്ത്യയിൽ വികസിച്ച സമരങ്ങളുടെ ഒരു സ്വഭാവം നോക്കിയാൽ അതുവരെ ഉണ്ടായിരുന്ന മതാത്മകമായ രാഷ്ട്രസങ്കല്പത്തിനും ദേശീയ സങ്കല്പത്തിനും എതിരെ മതത്തിനും ജാതിക്കും ഭാഷയ്ക്കും സാംസ്കാരിക മൂല്യസങ്കല്പങ്ങൾക്കുമെല്ലാം എതിരെ ഇന്ത്യൻ ജനതയുടെ ഭൗതിക പ്രശ്നങ്ങൾ രാഷ്ട്രീയ സമരത്തിന്റെ കേന്ദ്രമായി മാറി. അതൊറ്റയ്ക്ക് ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്യുന്നതല്ല, മറിച്ച് ധാരാളം ധാരകൾ അതിലേക്ക് വന്നു ചേർന്നു. കർഷക പ്രസ്ഥാനങ്ങൾ വരുന്നു, യുവജന സംഘടനകൾ വരുന്നു, സ്ത്രീകൾ വരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു, സോഷ്യലിസ്റ്റുകൾ വരുന്നു. അങ്ങനെ വിവിധ വിഭാഗങ്ങൾ ഇവരൊന്നും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഭൗതിക പ്രശ്നങ്ങളെ സാമ്രാജ്യവിരുദ്ധ സമരവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ദേശീയത എന്ന് പറയുന്ന സങ്കല്പത്തെ ഈ അടിത്തട്ടിലെ മഹാഭൂരിപക്ഷം മനുഷ്യരുൾപ്പെട്ടു നിൽക്കുന്ന ഒരു പുതിയ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ് നമ്മൾ 1920 മുതലുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ കാണുന്നത്. ഈ ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കിയ രാഷ്ട്രസങ്കല്പമാണ്, അതിനെയാണ് നമ്മൾ സാങ്കേതികമായിട്ട് ഇന്ത്യ ആസ് ആൻ ഐഡിയ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന ആശയം അതെന്താണ്? ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ രാഷ്ട്രം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. അതൊരു മതത്തെ കൊണ്ട് നിർവചിക്കപ്പെട്ടതല്ല, അതൊരു ഭാഷയെ കൊണ്ടോ സംസ്കാരത്തെ കൊണ്ടോ നിർവചിക്കപ്പെട്ടതല്ല, മറിച്ച് ഇന്ത്യ എന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ആ ജനങ്ങളെ കൂട്ടിയിണക്കുന്ന അടിസ്ഥാന മൂല്യമായിട്ട് നിലനിൽക്കുന്നത് ഇന്ത്യക്കാർക്കിടയിൽ വികസിച്ചു വരേണ്ട സാഹോദര്യബോധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് സ്കൂൾ ക്ലാസ്സിൽ പ്രതിജ്ഞ എടുത്തിരുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ്. വെറുതെ വന്ന വാക്കൊന്നുമല്ല കേട്ടോ, അത് ഭരണഘടനയുടെ പ്രിയാമ്പിളിലുണ്ട്, ഫ്രറ്റേണിറ്റി എന്ന വാക്ക്. അങ്ങനെ ഒരു പുതിയ സമൂഹ ഭാവനയും ആ സമൂഹ ഭാവനയ്ക്ക് മുകളിൽ കെട്ടിപ്പടുക്കപ്പെട്ട രാഷ്ട്രസങ്കല്പവും ചേർന്നിട്ടാണ് ഭരണഘടനയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ എത്തിച്ചേർന്നത്. അത് അടിസ്ഥാനപരമായി ഹിന്ദുത്വം ഉണ്ടാക്കിയ തിലകനിലടക്കം തെളിഞ്ഞു നിന്നിരുന്ന രാഷ്ട്രസങ്കല്പത്തിനെതിരുമായിരുന്നു. അങ്ങനെ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രസങ്കല്പത്തിനെതിരെ ആധുനിക ജനാധിപത്യത്തിന്റെ രാഷ്ട്രസങ്കല്പത്തെ, അതിൻ്റെ മതനിരപേക്ഷതാ ബോധത്തെ, അതിൻ്റെ സാഹോദര്യ ഭാവനയെ പടിപടിയായി വികസിപ്പിച്ചുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനം മുമ്പോട്ട് പോയത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1949 നവംബർ 26-ന് ഭരണഘടനയുടെ കരട് അംഗീകരിക്കപ്പെട്ടെങ്കിലും ഭരണഘടന അംഗീകരിച്ച റിപ്പബ്ലിക് നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. 2 മാസത്തെ ഇടവേള ഇതിനിടയിലുണ്ട്. ഈ 2 മാസത്തെ ഇടവേളയ്ക്ക് കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1930 ജനുവരിയിലെ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഔപചാരികമായി അംഗീകരിച്ചത്. അതിൻ്റെ 20ാം വാർഷികത്തിലാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി തീർന്നത്. അതുകൊണ്ട് ജനുവരി 26 എന്നുള്ളത് ഒരു ആലങ്കാരിക തീയതിയല്ല, മറിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു സവിശേഷ സന്ദർഭത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഈ മതനിരപേക്ഷത എന്ന് പറയുന്നതോ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നതോ ചരിത്രത്തിന്റെ അനാദിയായ കാലം മുതലേ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി വന്ന ഒരാശയമല്ല, മറിച്ച് ജാതികളാലും മതങ്ങളാലും സാമൂഹിക ശ്രേണികളാലും തട്ടുതിരിക്കപ്പെട്ട ഇന്ത്യൻ ജനതയ്ക്കിടയിൽ നിന്ന് അതിനെ മറികടക്കുന്ന, അതിനെ മുറിച്ചു പോകുന്ന ഒരു പുതിയ സമൂഹം എന്ന നിലയിലേക്ക് ദേശീയ പ്രസ്ഥാനം വഴി വികസിച്ചു വന്ന ഒരു ജനതയുടെ രാഷ്ട്രഭാവനയാണ് വാസ്തവത്തിൽ മതനിരപേക്ഷതയായി വന്നത്. ആ രാഷ്ട്രഭാവനയാണ് ഇന്ത്യ എന്ന ആധുനിക ആശയത്തിന്റെ അടിപ്പടവായത്.
അതുകൊണ്ട് നാം ദേശീയത എന്ന് പറയുമ്പോൾ ആ ദേശീയത അടിസ്ഥാനപരമായി ഹിന്ദുത്വവാദികൾ പറയുന്ന ദേശീയതയുടെ വിപരീതമാണ്. രണ്ടും ഒരേ വാക്കായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി രാജാവ് ഐക്യകേരളം എന്ന് പറഞ്ഞതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യകേരളം എന്ന് പറഞ്ഞതും ഒരു കേരള ഭാവനയിലല്ല. എന്നതുപോലെ ഹിന്ദുത്വവാദികൾ ദേശീയത എന്ന് പറഞ്ഞത് അത് മതത്താൽ നിർവചിക്കപ്പെടുന്ന രാഷ്ട്രം എന്നർത്ഥത്തിലാണ്. നമ്മൾ ദേശീയത എന്ന് പറഞ്ഞത് നമ്മൾ മാത്രമല്ല, 1920 മുതൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വികസിച്ചു വന്ന വിവിധ ധാരകൾ കൈകോർത്ത് നിന്ന ദേശീയ പ്രസ്ഥാനം ദേശീയത എന്ന് പറഞ്ഞത് മതത്താൽ നിർവചിക്കപ്പെട്ട ദേശീയതയല്ല, മറിച്ച് വ്യത്യസ്തങ്ങളായ സാമൂഹ്യ വിഭാഗങ്ങൾ സാഹോദര്യ ഭാവനയോടെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു പുതിയ ജീവിത പരിസരത്തെയാണ്, അതിൻ്റെ സാമൂഹ്യ അടിസ്ഥാനത്തെയാണ് ദേശീയത എന്ന് പറഞ്ഞത്. ആ ദേശീയതയ്ക്കുള്ളിൽ ഒരു ഭാവനാത്മക തലമുണ്ട്. ഈ സാഹോദര്യം വേണ്ടത്ര നിലവിൽ വന്നോ, സാഹോദര്യത്തെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞോ, ഇതൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. പക്ഷേ സങ്കല്പം അതാണ്. സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അതും ഇതും തമ്മിലുള്ള മൗലികമായ വ്യത്യാസത്തെ നാം കാണാതിരുന്നുകൂടാ. ആ വ്യത്യാസം കണ്ടില്ലെങ്കിൽ ദേശീയതയെ ചൊല്ലിയുള്ള ഹൈന്ദവ വർഗീയവാദികളുടെ വാചകമടി നാം ഈ പറയുന്ന ദേശീയതയുമായി കൂട്ടിക്കെട്ടി മനസ്സിലാക്കേണ്ടി വരും. വാസ്തവത്തിൽ ഇവരെന്താണ് ചെയ്തത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം മാറുകയും അത് മതനിരപേക്ഷ ജനാധിപത്യ ഒരു സമൂഹം എന്ന ആശയത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യയിലെ ഹൈന്ദവ വർഗീയവാദം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ ബ്രിട്ടീഷുകാരുടെ പിണിയാളുകളായി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. 1925 RSS വന്നു. അതിൻ്റെ വലിയ നേതാവായ ഗോൾവൾക്കർ ഇന്ത്യയിലെ യുവാക്കളോട് പറഞ്ഞത്, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഊർജം പാഴാക്കരുത്. ഇത് ഞാൻ ഒട്ടും ആലങ്കാരികമായി പറയുന്നതല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി ചേർത്ത വാക്യാണ്. ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെയാണ് യുവാക്കൾ സമരം ചെയ്യേണ്ടത്. ആരാണ് ആഭ്യന്തര ശത്രുക്കൾ? ആഭ്യന്തര ശത്രുക്കൾ 3 വിഭാഗക്കാരാണ്. അതൊന്ന് മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യാനികളാണ്, 3 കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ, അതായത് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നിർവചിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അത് മതമാണ്, ഹിന്ദു മതമാണ്. ആ മതാത്മക രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും. ദേശീയ പ്രസ്ഥാനം ഉയർത്തിയ സ്വാതന്ത്ര്യ സങ്കല്പം എന്താണ്? ബ്രിട്ടനെതിരെ, സാമ്രാജ്യത്വ അധികാരത്തിനെതിരെ, ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും സംസ്കാരത്തിനും പ്രദേശത്തിനും എല്ലാം അതീതമായി ഇന്ത്യയിൽ ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങളുടെ ഐക്യബോധമാണ് ഇന്ത്യൻ ദേശീയത. ഈ ദേശീയതാ സങ്കല്പത്തിനെതിരെ ഈ ജനങ്ങളുടെ ഐക്യത്തെ അകമേ പിളർത്തിക്കൊണ്ട് അതിൽ ഒരു വിഭാഗത്തെ ദേശീയതയുടെ ഉടമകളും മറ്റു വിഭാഗങ്ങളെ ദേശീയതയുടെ ശത്രുക്കളുമാക്കി മാറ്റി ഇന്ത്യൻ ജനതയെ അകമേ വിഭജിച്ച ഒരു യുക്തിയാണ് വാസ്തവത്തിൽ ഹിന്ദുത്വം മുമ്പോട്ട് വച്ചത്. അതുകൊണ്ട് ഹിന്ദുത്വത്തിന് ഒരു ദേശീയതാ സങ്കല്പമുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അത് പക്ഷേ മതരാഷ്ട്രത്തിന്റെ ദേശീയതാ സങ്കല്പമാണ്. അത് സാമ്രാജ്യത്വത്തിന് വേണ്ടുന്ന ദേശീയതാ സങ്കല്പമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ മുഴുവൻ മതപരമായി വിഭജിക്കുകയും ഇന്ത്യ മതപരമായ വൈരുദ്ധ്യങ്ങളിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് വാദിച്ചുറപ്പിക്കുകയും ഇന്ത്യ ചരിത്രത്തെ മതസംഘർഷങ്ങളുടെ ചരിത്രമായി അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ പാരമ്പര്യം സാമ്രാജ്യത്വ ശക്തികൾക്കുള്ളതാണ്. ഇപ്പോ 921 ശതാബ്ദിയാണ്. 921 കലാപം, മലബാർ കലാപം, അത് ഒരു മതലഹളയാണ് എന്ന് ആരാണ് വാദിച്ചു തുടങ്ങിയത്? അതൊരു മതലഹളയാണ് എന്ന വാദത്തിന്റെ ഉത്ഭവസ്ഥാനം സാമ്രാജ്യത്വ ചരിത്രകാരന്മാരാണ്, കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാരാണ്. അവരാണ് മുസ്ലിങ്ങളുടെ ഫനാറ്റിസിസം, മുസ്ലിങ്ങളുടെ മതഭ്രാന്താണ്, മാപ്പിളമാരുടെ മതഭ്രാന്താണ് ഈ കലാപത്തിന്റെ പിന്നിലുള്ളത് എന്ന് ആദ്യം വാദിക്കുന്നത്. അതിൽ തന്നെ വിവേകമുള്ള വില്യം ലോഗനെ പോലുള്ള ആളുകൾ ഇത് മതഭ്രാന്തല്ല, ബ്രിട്ടീഷ് അധികാരികൾ മലബാറിലെ ഭൂനിയമത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഫലമായി മാപ്പിള കുടിയാന്മാർക്ക് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന കൃഷി ചെയ്യാനുള്ള അവകാശങ്ങളും
തങ്ങളുടെ വരുമാനം സമാഹരിക്കാനുള്ള രീതികളും സമ്പൂർണമായി ഇല്ലാതായതാണ് ഈ സംഘർഷത്തിൻ്റെ ബീജം എന്നും അതിന് മതപരമായ രൂപങ്ങൾ പുറമേക്ക് വരുന്നുണ്ടെങ്കിലും അടിസ്ഥാന പ്രശ്നം കാർഷിക വൈരുദ്ധ്യങ്ങളാണ് എന്നും ലോഗനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു 19-ാം നൂറ്റാണ്ടിൽ തന്നെ. പക്ഷെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് മാനിച്ചില്ല. പിന്നീട് ഈ സാമ്രാജ്യത്വവാദികളുടെ ഈ മതഭ്രാന്ത്, മതലഹള എന്ന വാദത്തെ അതേപടി ആവർത്തിച്ചുകൊണ്ട് ഇത് മലബാർ കലാപം എന്നത് മതഭ്രാന്ത് മാത്രമാണ് എന്ന് ഇപ്പോഴും ഹൈന്ദവ വർഗീയതവാദികൾ വാദിക്കുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഇന്ത്യയുടെ ചരിത്രത്തെ മതപരമായി വിഭജിക്കുകയും മതസംഘർഷങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാന സ്രോതസ് സാമ്രാജ്യത്വ ചരിത്രമാണ്. ആ സാമ്രാജ്യത്വ ചരിത്രത്തെ അതേപടി ആവർത്തിച്ചുകൊണ്ടാണ് ഹിന്ദുത്വവാദം അതിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഉടനീളം ഇന്ത്യയെ മതപരമായി കാണുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഒരു വലിയ വർഗീയവാദിയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ ഞാനൊരു കാര്യം പറയാം. ഈ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കക്കാരനായി ഇവരെല്ലാം അവതരിപ്പിക്കുന്ന ആളുകളിൽ ഒരാൾ പഴശ്ശിരാജാവാണല്ലോ. പഴശ്ശിരാജാവിൻ്റെ പോരാട്ട വീര്യത്തെയോ അദ്ദേഹം ഒരു 10 കാലം ബ്രിട്ടീഷുകാരെ വയനാടൻ കാടുകളിൽ പിടിച്ചു കെട്ടിയതിൻ്റെയോ ബലത്തെ, മഹിമയെ നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷെ പഴശ്ശിയുടെ പ്രശ്നം ബ്രിട്ടീഷുകാർ അധികാരം കൈയാളി എന്നൊന്നുമല്ല. പഴശ്ശിയുടെ പ്രശ്നം വളരെ ലളിതമായിരുന്നു. കുറുമ്പനാട്ട് താലൂക്കിലും പരിസരങ്ങളിലും കരം പിരിക്കാനുള്ള അവകാശം തനിക്ക് തരാതെ അമ്മാവനെ ഏൽപ്പിച്ചതാണ് പഴശ്ശിയുടെ പ്രശ്നം. ഞാനിതൊരു കുറ്റമായിട്ട് പറയല്ല, ആ കാലത്ത് അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ടിപ്പുവിൻ്റെ പ്രശ്നം അതായിരുന്നില്ല. ടിപ്പുവിൻ്റെ പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് അധികാരം കൈമാറില്ല എന്നതായിരുന്നു. നിങ്ങൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ദക്ഷിണേന്ത്യ ആകെ എടുത്ത് നോക്കിയാലും ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്തു നിന്ന ഒരാളെയേ കാണുള്ളൂ. അയാളുടെ പേര് ടിപ്പു സുൽത്താനാണ്. നമ്മൾ കൊണ്ടാടുന്ന ഈ വലിയ പോരാളികളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം തങ്ങളെ കൊണ്ടാകുന്ന കാലം ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് പലതരത്തിൽ സഹകരിച്ച് പിന്നെ എവിടെയെങ്കിലും വെച്ച് തെറ്റിപ്പിരിഞ്ഞ് ധീരമായി സമരം ചെയ്തവരാണ്. ഞാൻ ആ സമരത്തിന്റെ വലിപ്പത്തെ ഒന്നും കുറച്ച് കാണുന്നില്ല. പക്ഷെ ടിപ്പുവിന്റെ പൊസിഷൻ കുറെ കൂടി ബലിഷ്ഠായിരുന്നു. മാത്രമല്ല, ഈ ടിപ്പു ഒരു ഭാഗത്ത് മുസൽമാന്റെ വക്താവ്, അദ്ദേഹം ആക്രമിച്ചതെല്ലാം ഹിന്ദുക്കളെ എന്ന യുക്തിക്കൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം ഇപ്പൊ ടിപ്പു മലബാറിലെ ജന്മിമാരെ ടിപ്പു ആക്രമിക്കുന്ന സമയത്തോ ക്ഷേത്ര സങ്കേതങ്ങൾ ആക്രമിക്കുന്ന സമയത്തു തന്നെയാണ് മൈസൂരിലെ ശൃംഗേരി മഠത്തെ ടിപ്പു പിന്തുണച്ചുകൊണ്ടിരുന്നത്. ശൃംഗേരി മഠം ടിപ്പുവിന് തുണയായിരുന്നു. മലബാറിലെ ക്ഷേത്ര സങ്കേതങ്ങളൊക്കെ കമ്പനിക്ക് തുണയായിരുന്നു. കമ്പനിയും ടിപ്പുവും തമ്മിലുള്ള സംഘർഷമാണ് ക്ഷേത്രങ്ങളെ ചൊല്ലിയുള്ള സംഘർഷമായി തീർന്നത്. പക്ഷെ പിന്നെ പുറത്തു വന്നത് കമ്പനിയും ടിപ്പുവും തമ്മിലുള്ള സംഘർഷമായിട്ടുള്ള ഹിന്ദു മുസ്ലിം സംഘർഷമായിട്ടാണ്. ഔറംഗസീബും ശിവജിയും തമ്മിലുള്ള സംഘർഷം ഹൈന്ദവ ജനജാഗരണത്തിന്റെ പ്രതിനിധിയാണ് ശിവജി എന്നും ഇസ്ലാമിക അധിനിവേശത്തിന്റെ വക്താവാണ് ഔറംഗസീബ് എന്നും പറഞ്ഞ് ഇതിനെ ഹിന്ദു മുസ്ലിം യുദ്ധമായിട്ടാണ് ഹിന്ദുത്വവാദികൾ അവതരിപ്പിക്കുക. വാസ്തവത്തിൽ എന്താണ്? ഔറംഗസീബിന് വേണ്ടി ശിവജിയോട് യുദ്ധം ചെയ്ത് ശിവജിയെ ഒരു വട്ടം തടവിലാക്കുന്നത് ഔറംഗസീബിന്റെ സേനാനായകന്മാരിൽ ഒരാളായ രജപുത്ര തലവനാണ്. അദ്ദേഹം രാജാ ജയസിംഹൻ എന്ന ഹിന്ദുവാണ്. വടക്ക് ഔറംഗസീബിനോട് ശിവജി യുദ്ധം ചെയ്യുന്ന അതേ സന്ദർഭത്തിൽ തെക്ക് ഹിന്ദു രാജാക്കന്മാരായ വടയാർമാരോടും നായക്കുമാരോടും ശിവജി യുദ്ധം ചെയ്യുന്നുണ്ട്. വടക്ക് ഭാമിനി സുൽത്താൻമാരോട് യുദ്ധം ചെയ്തിരുന്ന വിജയനഗരം, തെക്ക് ഹൈന്ദവ ഭരണാധികാരികൾ ഭരിക്കുന്ന തഞ്ചാവൂരിനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. നോക്കൂ, യുദ്ധത്തിൽ ജാതി മതമൊന്നുമില്ല. തീർത്തും സെക്യുലറായ ഒരു ഏർപ്പാടേ ഉള്ളൂ. അത് യുദ്ധമാണ്. അതിനൊരു ജാതിയില്ല, മതമില്ല. കാരണം കാശ് എവിടെ ഉണ്ടോ അവിടെ യുദ്ധം ചെയ്യും. അമ്പലത്തിൽ കാശുണ്ടെങ്കിൽ കാശ് കൊള്ളയടിക്കും. അത് മതത്തിന്റെ പേരൊക്കെ പറഞ്ഞാലും അടിസ്ഥാന താല്പര്യം കാശാണ്. അതുകൊണ്ടാണ് മധ്യകാലത്ത് ഇത്രയേറെ ക്ഷേത്രാക്രമണങ്ങൾ നടന്നത്. പക്ഷേ പാശ്ചാത്യ ചരിത്രകാരന്മാര്
പാശ്ചാത്യ ചരിത്രകാരന്മാർ ഈ കൊള്ളകളെയും സംഘർഷങ്ങളെയും മുഴുവൻ മതത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു. അവര് കൊണ്ടുവന്ന ആ യുക്തിയെ ഹിന്ദുത്വ വർഗീയവാദികൾ ഏറ്റെടുക്കുകയും ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം അപ്പാടെ മതസംഘർഷങ്ങളുടെ ചരിത്രമാണ് എന്ന് വരുത്തുകയും ചെയ്തു. 12ാം നൂറ്റാണ്ട് മുതലുള്ള ഇന്ത്യയുടെ പാരമ്പര്യത്തെ, മധ്യകാല ഇന്ത്യയുടെ പാരമ്പര്യത്തെ മുഴുവൻ ഇസ്ലാമിക അധിനിവേശത്തിന്റെയും പൗരാണിക ഭാരതീയ സംസ്കാരത്തിന്റെ തകർച്ചയുടെയും കാലമായിട്ട് അവതരിപ്പിച്ചു. ഞാനൊരു കാര്യം മാത്രം പറയാം. മഹാഭാരതം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇതിഹാസ ഗ്രന്ഥത്തിന് ലോകത്താദ്യമായി മറ്റേതെങ്കിലും ഒരു ഭാഷയിലേക്ക് സമ്പൂർണ്ണ പരിഭാഷയുണ്ടാകുന്നത് ഈ മധ്യകാലത്താണ്. അക്ബറുടെ കൊട്ടാരത്തിലാണ് റസംനാമ എന്നുള്ള സമ്പൂർണമായ പരിഭാഷ പേർഷ്യൻ ഭാഷയിൽ ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ, ഭരതനാട്യമാവട്ടെ, മോഹിനിയാകട്ടെ, കഥകളിയാകട്ടെ, കഥക്കാകട്ടെ, ഈ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ മുഴുവനുണ്ടായത് മധ്യകാലത്താണ്. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകൾ വികസിച്ചത് ഈ മധ്യകാലത്താണ്. ഭക്തി പ്രസ്ഥാനം എന്ന് നാം പറയുന്ന ഇന്ത്യയിലെ കീഴാള ഭക്തി പാരമ്പര്യം മുഴുവൻ വികസിച്ചു വന്നത് ഈ മധ്യകാലത്താണ്. ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ ദേശീയ സംസ്കാരം എന്ന് പറഞ്ഞ് നാം എടുത്തു കാണിക്കുന്ന, ഇപ്പൊ കേരളീയർ എടുത്തു കാണിക്കുന്ന എഴുത്തച്ഛൻ, പൂന്താനം, കബീർ, തുക്കാറാം, നാമദേവൻ, സരളദാസൻ, അങ്ങനെ എത്രയോ കവികൾ, എത്രയോ ഭാഷകൾ, എത്രയോ കലാരൂപങ്ങൾ, ഇത് മുഴുവൻ ഉണ്ടായത് ഇസ്ലാമിക അധിനിവേശം എന്ന് ഹൈന്ദവ വർഗീയവാദികൾ അധിക്ഷേപിക്കുന്ന അതേ മധ്യകാലത്തിലാണ് ഇത് മുഴുവൻ ഉണ്ടായത്. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകൾ മുഴുവൻ ഈ കാലത്തുണ്ടായി. ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ചരിത്രത്തിലെ എത്രയോ വിപുലമായ ഒരു പാരമ്പര്യത്തെ മുഴുവൻ ഇസ്ലാമിക അധിനിവേശം എന്ന സാമ്രാജ്യത്തെ യുക്തിയുമായി ചേർത്ത് വെച്ച് തരം താഴ്ത്തുന്ന പണി കൂടിയാണ് ഹൈന്ദവ വർഗീയവാദം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദേശീയതയെ മനസ്സിലാക്കുമ്പോൾ, മതനിരപേക്ഷതയെ മനസ്സിലാക്കുമ്പോൾ, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സവിശേഷമായ ഒരു ചരിത്രഘട്ടത്തിൽ ഈ മതനിരപേക്ഷത എന്ന ആശയം പ്രധാനമായി തീർന്നു. അതിനു മുമ്പും ആ വാക്ക് ആരുടെയെങ്കിലുമൊക്കെ ബോധ്യങ്ങളിലുണ്ടാവും. പക്ഷെ ആ വാക്കിനെ കേവലമായ ഒരു വാക്കിൽ നിന്ന്, അല്ലെങ്കിൽ അമൂർത്തമായ ഒരു ആശയത്തിൽ നിന്ന് ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിലെ ഒരു അടിസ്ഥാന മൂല്യമാക്കി മാറ്റിയത് 1920 മുതൽ ആരംഭിക്കുന്ന ദേശീയ പ്രസ്ഥാനം. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളും രാഷ്ട്രസങ്കല്പങ്ങളും അതിൻ്റെ പിന്നിലുള്ള ആധുനികമായ ജനാധിപത്യ ദർശനവുമാണ് നമ്മുടെ ഭരണഘടനയായി രൂപപ്പെട്ടത്. ആ ഭരണഘടനയാണ് ഒന്നാം റിപ്പബ്ലിക്കായി 1950 ജനുവരി 26 നിലവിൽ വന്നത്. കഴിഞ്ഞ കൊല്ലം ആഗസ്റ്റ് മാസത്തിൽ ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടുമ്പോൾ ഒരർത്ഥത്തിൽ ഈ ഒന്നാം റിപ്പബ്ലിക്കിന്റെ ചരമശയ്യ കൂടിയായി അത് മാറുന്നു. കാരണം ഇന്ത്യയുടെ രാഷ്ട്ര ചരിത്രത്തിൽ ആദ്യമായി ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം, ദേവാലയം തല്ലി തകർത്ത് അവിടെ അതേ സ്ഥാനത്ത് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിന് തറക്കല്ലിടാനെത്തുന്ന പ്രധാനമന്ത്രി സെക്യുലറിസം എന്ന വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത ഒരു രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയായി തുടരുന്നു എന്നതിൻ്റെ അർത്ഥം രാഷ്ട്രത്തിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു എന്നാണ്. പഴയ രാഷ്ട്രത്തിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. പഴയ രാഷ്ട്രത്തിന്റെ സ്വഭാവ നിർവചനത്തിനുള്ളിൽ പ്രധാനമന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിന് തറക്കല്ലിടാൻ കഴിയില്ല. നെഹ്റു കൊണ്ടുവന്ന പാശ്ചാത്യമായ മൂല്യമോ ഒന്നുമല്ല, മറിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതിൻ്റെ 3 പതിറ്റാണ്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ ദേശീയതാ സങ്കല്പത്തിന്റെ ആധാരമായി രൂപപ്പെടുത്തിയെടുത്ത ഒന്നാണ്. ഈ ദേശീയ പാരമ്പര്യത്തെ അകമേ അട്ടിമറിക്കാനായിരുന്നു ഹൈന്ദവ വർഗീയവാദം അന്ന് ശ്രമിച്ചത്. ഇപ്പൊ സവർക്കർ ആയിരുന്നു വാസ്തവത്തിൽ ആ വീക്ഷണത്തിന്റെ വലിയ പ്രതിനിധി. ഇന്ത്യാ ചരിത്രത്തിലെ 6 സുവർണ യുഗങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാതമായ ഗ്രന്ഥം, ഹിന്ദുത്വ എന്ന പേരിൽ അദ്ദേഹം തയ്യാറാക്കിയ ഹൈന്ദവ വർഗീയതയുടെ രാഷ്ട്രദർശനം, ഇതെല്ലാം പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് സാമ്രാജ്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ വീക്ഷണത്തിന് പകരം സാമ്രാജ്യ അനുകൂലപരമായ ഒരു രാഷ്ട്രീയ വീക്ഷണത്തെ അദ്ദേഹം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്നു. സവർക്കറുടെ മാപ്പപേക്ഷകൾ യാദൃച്ഛികമല്ല. സവർക്കറുടെ മാപ്പപേക്ഷകൾക്കെല്ലാം പിന്നിൽ വളരെ ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ വീക്ഷണമുണ്ട്. ഇപ്പൊ നമ്മുടെ
പ്രതിരോധ മന്ത്രി പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടാണ് മാപ്പെഴുതിയത് എന്നാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത് 15-ലാണ്. അദ്ദേഹം സവർക്കർ സഹോദരന്മാരുമായിട്ടൊരു കത്തിടപാട് നടത്തുന്നത് 920-ലാണ്. സവർക്കർ ആദ്യത്തെ മാപ്പപേക്ഷ നൽകുന്നത് ജയിലിലടയ്ക്കപ്പെട്ട 6 മാസം കഴിയുമ്പോൾ 1911-ലാണ്. ഗാന്ധിയുമായി കാണുന്നതിന് മുമ്പ് സവർക്കറുടെ ഇളയ സഹോദരൻ നാരായൺ സവർക്കർ എന്ന ND സവർക്കർ ഗാന്ധിജിക്ക് കത്തെഴുതുന്നതിന് മുമ്പ് സവർക്കർ 7 or 8 തവണ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മാപ്പപേക്ഷ നൽകിയിട്ടുണ്ട്. 913-ലെ മാപ്പപേക്ഷയിൽ സവർക്കർ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, എന്നെ വിട്ടയച്ചാൽ എൻ്റെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റിനുണ്ടാകും എന്ന് മാത്രമല്ല, ഞാൻ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ പങ്കുചേരില്ല എന്നു മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞത് എന്നെ വിട്ടയച്ചാൽ എൻ്റെ അനുയായികളായ 10,000-കണക്കിന് ആളുകളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉറപ്പ് തരാനായിട്ട് എനിക്ക് കഴിയും എന്നുകൂടിയാണ്. ഇങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പക്ഷം ചേർന്ന് സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാൻ സഹായിക്കാമെന്ന നഗ്നമായ മറയില്ലാത്ത വാഗ്ദാനം നൽകിക്കൊണ്ടാണ് 13-ല് സവർക്കർ മാപ്പപേക്ഷ നൽകിയത്. പിന്നീടും അദ്ദേഹം നിരന്തരമായി മാപ്പപേക്ഷ നൽകി. 920-ൽ ആൻഡമാനിൽ നിന്ന് കുറേയേറെ രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ചപ്പോഴും സവർക്കറെ വിട്ടില്ല. ആ സന്ദർഭത്തിലാണ് നാരായൺ സവർക്കർ ഗാന്ധിജിക്ക് ഒരു പരാതി കൊടുക്കുന്നത്. പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വിടുന്നുണ്ട്, പക്ഷേ സവർക്കറെ വിടുന്നില്ല, അങ്ങ് ഇടപെടണം. ഗാന്ധിജി അതിനറിയിച്ച മറുപടിയിലാണ് ഗാന്ധിജി പറയുന്നത്, ഗാന്ധിയുടെ ആദ്യ വാക്യം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അഡ്വൈസ് യു എന്നാണ്. നിങ്ങളെ ഉപദേശിക്കാൻ പ്രയാസമാണ്. സവർക്കറെ ഉപദേശിക്കാൻ പറ്റുന്ന കാര്യമല്ല, നിങ്ങളെ ഉപദേശിക്കാൻ പ്രയാസമാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇത് പൊളിറ്റിക്കൽ പ്രിസണറാണ്, പൊളിറ്റിക്കലായ അറസ്റ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു പെറ്റീഷൻ കൊടുക്കുമെന്നാണ്. മാപ്പ് പറയാനോ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിന്തുണയ്ക്കാമെന്ന് വാഗ്ദാനം നൽകാനോ ഒന്നും ഗാന്ധിജി പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ഈ പെറ്റീഷൻ കൊടുക്കുന്ന. അവർ പിന്നെയും പെറ്റീഷൻ കൊടുത്തു. 4 വർഷത്തോളം കഴിഞ്ഞ സമയത്ത് ആദ്യം വീട്ടുതടങ്കലിലായി. പിന്നീട് രത്നഗിരി ജില്ല വിട്ടുപോകരുത് എന്ന ഉപാധിയിൽ കുറെ കൂടി സ്വാതന്ത്ര്യം കിട്ടി. ഒടുവിൽ സവർക്കർക്ക് ഒരു പൂർണ്ണ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ കൈവന്നു. ഹിന്ദു മഹാസഭാ പ്രവർത്തനത്തിന്റെ കേന്ദ്രത്തിലേക്ക് സവർക്കർ ഉയർന്നു വരികയും ഹിന്ദു മഹാസഭയുടെ വലിയ പ്രവർത്തകരിൽ ഒരാളായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ സവർക്കറുടെ 1-കിട അനുയായിയായി മാറി. ഗാന്ധി വധക്കേസ് സവർക്കറുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഗാന്ധിജിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഗാന്ധി വധക്കേസിലെ 9ാമത്തെ പ്രതിയാണ് സവർക്കർ. തെളിവുകൾ കൂട്ടിയിണക്കുന്നതിൽ ബോംബെ ഗവൺമെന്റും ബോംബെ പോലീസും ഡൽഹി പോലീസും തമ്മിലുണ്ടായ ചില തകരാറുകൾ, ആ തകരാറുകളാണ് സവർക്കറെ കൊലക്കേസിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. 1965-66 ഘട്ടത്തിൽ ഗാന്ധി വധത്തെക്കുറിച്ച് വീണ്ടും ഒരു അന്വേഷണം നടന്നു. കാരണം ഗാന്ധി വധിക്കപ്പെടും എന്ന് തങ്ങൾക്കറിയുമായിരുന്നു എന്ന് പൂനെയിലും മറ്റുമുള്ള ചിത്പാവൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുത്വവാദികൾ ചിലർ പ്രസംഗിച്ചത് അറിഞ്ഞതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെന്റ് ഈ വധത്തെക്കുറിച്ച് വീണ്ടും അന്വേഷിക്കാൻ ജസ്റ്റിസ് ജീവൻലാൽ കപൂർ എന്നു പേരായ ജഡ്ജിയെ നിയമിച്ചു. ജസ്റ്റിസ് ജീവൻലാൽ കപൂർ ഗാന്ധി വധത്തിന്റെ മുഴുവൻ ഡോക്യുമെന്റുകളും പരിശോധിച്ചു. ലഭ്യമായ എല്ലാ തെളിവുകളും അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം കപൂർ കമ്മീഷൻ റിപ്പോർട്ട് ഖണ്ഡിതമായി പറയുന്ന കാര്യങ്ങളിലൊന്ന്, ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സവർക്കറുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് ഗാന്ധി വധത്തിന്റെ പിന്നിലേക്ക് എത്തിയത് എന്ന കാര്യം തള്ളിക്കളയാൻ പോകുന്ന യാതൊന്നും തന്നെയില്ല. ഇത് ജീവൻലാൽ കപൂർ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള വാക്യമാണ്. വാസ്തവത്തിൽ ആ റിപ്പോർട്ട് ഇന്ത്യയിൽ ഉടനീളം അച്ചടിച്ച് പ്രചരിപ്പിക്കേണ്ടതാണ്. കാരണം ഈ മൂപ്പര് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാഷ്ട്രപിതാവാകും. അതുകൊണ്ടാണ് ഇപ്പൊ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളില് ഗാന്ധിയുടെ ചിത്രത്തിന്റെ നേരെ മറുപുറത്ത് സവർക്കറുടെ ചിത്രമുണ്ട്. വാജ്പേയിയുടെ കാലത്താണ് ആ ചിത്രം പ്രതിഷ്ഠിച്ചത്. അന്ന് ഇന്ത്യയിലെ ഒരു പത്രപ്രവർത്തകൻ അതേക്കുറിച്ച് എഴുതിയ ഒരു കമന്റ് എന്താന്ന് വെച്ചാൽ, ഗാന്ധിജിക്ക് പുറംതിരിഞ്ഞു നിന്നുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് സവർക്കറെ വണങ്ങാനാവില്ല എന്നാണ്. കാരണം മറുപുറത്താണ്. അത് സ്ഥാനം കൊണ്ട് മാത്രമല്ല, ചരിത്രബോധം കൊണ്ടും സാമൂഹ്യ ബോധം കൊണ്ടും രാഷ്ട്രീയ ബോധം കൊണ്ടും ഗാന്ധിജിക്ക് പുറംതിരിഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് സവർക്കറെ വണങ്ങാനാവില്ല. ഗാന്ധി വധക്കേസിലെ പ്രധാന മാപ്പ് സാക്ഷിയായി മാറിയ ഒരാളാണ് ദിഗംബർ ബാഡ്ഗെ എന്ന് പറയുന്നത്.
ദിഗംബർ ബാഗ്ഗെ നൽകിയ മാപ്പുസാക്ഷി മൊഴിയില് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഗാന്ധിജിയെ കൊലപ്പെടുത്താനായിട്ട് 1948 ജനുവരി 30 തങ്ങൾ കൊലപ്പെടുത്തുന്നതിന് 4 ദിവസം മുമ്പ് സവർക്കറെ സന്ദർശിച്ചിരുന്നുവെന്നും സവർക്കർ പടിയിറങ്ങി വന്ന്, തൻ്റെ വീടിൻ്റെ പടിയിറങ്ങി വന്ന് വിജയിച്ചു വരൂ എന്ന് തങ്ങൾക്ക് ആശീർവാദം നൽകി യാത്രയാക്കിയ കാര്യം ബാഗ്ഗെയുടെ മാപ്പുസാക്ഷി മൊഴിയിലുണ്ട്. 1948 ജനുവരി 26 ബാഗ്ഗെയും നാഥുറാം ഗോഡ്സെയും നാരായണ ആപ്തെയും എല്ലാം ചേർന്ന്, ഗോപാൽ ഗോഡ്സെയും ഒക്കെ ചേർന്ന് ഗാന്ധിജിയെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ആ ശ്രമം പരാജയപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് 30 വീണ്ടും വധശ്രമം നടത്തുകയും വൈകുന്നേരം 5:15 ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നത്. നമ്മുടെ കവികളിൽ പ്രധാനിയായ PN ഗോപീകൃഷ്ണൻ ഗോഡ്സെയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങളിൽ ഒരിടത്ത് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്യം എന്താന്ന് വെച്ചാൽ, സവർക്കർ എന്ന കൈത്തോക്കിൽ നിന്ന് പുറപ്പെട്ട വെടിയുണ്ടയാണ് ഗോഡ്സെ. ഗോഡ്സെയാണ് കൊലയാളി എന്ന് ധരിക്കരുത്. ഗോഡ്സെ വെടിയുണ്ടയാണ്, കൈത്തോക്ക് സവർക്കറാണ്. ആ കൈത്തോക്കാണ് വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യ എന്ന ആധുനിക ദേശീയതാ സങ്കല്പത്തിന് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്നത്. ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ച് അവസാനിച്ച ഒന്നല്ല, നിറയൊഴിഞ്ഞ് തീർന്ന ഒന്നല്ല ആ കൈത്തോക്ക്. അത് ആധുനിക ഇന്ത്യയുടെ നെഞ്ചിന് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്നു. അത് ധാരാളമായി നിറയൊഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടത്? ഗാന്ധി കൊല ചെയ്യപ്പെട്ടത് ഇപ്പൊ ഗാന്ധിയേക്കാൾ എത്രയോ തീവ്രമായ മതവിമർശനം പുലർത്തിയ ആളായിരുന്നു നെഹ്റു. അങ്ങനെ മതവിമർശനം പുലർത്തിയ പലരും ഉണ്ടായിരുന്നു. പക്ഷെ കൊല്ലപ്പെട്ടത് ഗാന്ധിജിയാണ്. എന്തുകൊണ്ട് ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്നുള്ളത് മർമ്മസ്പർശിയായ ഒരു പ്രശ്നമാണ്. കാരണം അത് ഗോഡ്സെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഗോഡ്സെ ഷിംല കോടതിയിൽ കുറ്റവിചാരണ വേളയിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് പിന്നീട് പുസ്തകമായിട്ട് വന്നു. നിങ്ങൾക്കിപ്പോൾ കിട്ടും അത്, വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി, ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഹിംസയെ ഹിന്ദുമതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഹിന്ദുമതത്തെ ആഭ്യന്തരമായി ദുർബലപ്പെടുത്തിയ ഒരാളാണ് ഗാന്ധി എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം ഹിന്ദുമതത്തിനുള്ളിൽ അങ്ങനെ അഹിംസയൊന്നുമില്ല. അത് നിങ്ങൾ നോക്കിയാൽ ജാതിയുടെ പേരിൽ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഒരു മതപാരമ്പര്യത്തിന് എന്ത് അഹിംസയാണ് പറയാനുള്ളത്? ഒന്നുമില്ല. പക്ഷേ ഗാന്ധി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇർഫാൻ ഹബീബ് അതിനെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നൊരു വാക്യമുണ്ട്. പാരമ്പര്യത്തിൻ്റെ പരിവേഷത്തിനുള്ളിൽ ആധുനികതയുടെ മൂല്യങ്ങളെ അവതരിപ്പിക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. ഇത് പലരും തിരിച്ചറിയാത്തൊരു കാര്യമാണ്. ഗാന്ധിജി ഭഗവത്ഗീതയിൽ ആശയങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആശയങ്ങൾ ഒന്നും തന്നെ ഭഗവത്ഗീതയിൽ നിങ്ങൾ നോക്കിയാൽ കാണൂല. ഇർഫാൻ അതിനെക്കുറിച്ച് മനോഹരമായ ഒരു വാക്യം പറയുന്നത്, ഭഗവത്ഗീതയിൽ ഇല്ലാത്തതെല്ലാം ഗാന്ധിജിക്ക് ഭഗവത്ഗീതയെ കണ്ടുപിടിച്ചു എന്നാണ്. ഇപ്പൊ അഹിംസ ഗാന്ധി ഗീതയിൽ കണ്ടെത്തിയ ഒരാശയാണ്. യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് നിർത്തിപ്പോയ ഒരാളെ തിരിച്ച് യുദ്ധം ചെയ്യിച്ച ഏർപ്പാടാണല്ലോ ഈ ഗീത, അല്ലെ? ഈ കാണുന്ന ബന്ധുക്കളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് നേടുന്ന വിജയം കൊണ്ട് എന്ത് കാര്യം കൃഷ്ണ എന്നായിരുന്നല്ലോ അർജുനന്റെ ചോദ്യം. ഈ കാണുന്ന ബന്ധുക്കളെ മുഴുവൻ കൊന്നൊടുക്കണം, ആ വിജയം കൊണ്ട് എന്ത് കാര്യം? അതിനുള്ള ഉത്തരമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ അവസാന അധ്യായത്തിലെത്തിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്ര മോശമായി അനുഷ്ഠിച്ചാലും സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് മഹത്വം. എത്ര നന്നായി ചെയ്താലും പരധർമ്മം അനുഷ്ഠിക്കുന്നത് തെറ്റാണ്. ഈ സ്വധർമ്മം പരധർമ്മം എന്നൊക്കെ പറയുന്നതിൻ്റെ ലളിതമായ മലയാളം ജാതിധർമ്മം എന്നാണ്. നിങ്ങളുടെ ജാതി നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യുക, അതിനപ്പുറം ഇപ്പുറവും പോവാതിരിക്കുക. ഇങ്ങനെ യുദ്ധത്തെയും ജാതിധർമ്മങ്ങളെയും ശ്രേണീകരണത്തെയും ഒക്കെ വളരെ ശക്തമായി പറഞ്ഞുറപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഗാന്ധിജി പറഞ്ഞു, ഇതിലുള്ളത് അഹിംസയാണ്, ഇതിലുള്ളത് തൊഴിലിൻ്റെ അന്തസ്സാണ്, മനുഷ്യർക്കിടയിലെ സമത്വത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്നെല്ലാം ഗാന്ധിജി പറയുന്നുണ്ട്. ഗാന്ധിജി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ 55 ശ്ലോകങ്ങളെ ഗീതയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അതിൽ 2 മൂല്യങ്ങളേ ഉള്ളൂ എന്നാണ് ഗാന്ധി പറയുക. 1 സ്ഥിതപ്രജ്ഞത്വം, 2 നിഷ്കാമകർമ്മം. ഇത് 2 കഴിഞ്ഞാൽ പിന്നെ ഗീതയിൽ കൃഷ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊന്നും അത്ര പ്രധാനമല്ല എന്നാണ് ഗാന്ധിയുടെ പൊസിഷൻ. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇർഫാൻ ഹബീബ് സൂചിപ്പിക്കുന്ന കാര്യം ആധുനികമായ മൂല്യങ്ങളെ, എന്ത് അഹിംസ എന്ന മൂല്യം, മനുഷ്യർക്കിടയിലെ തുല്യത എന്ന മൂല്യം, എല്ലാ തൊഴിലും ഒരുപോലെ അന്തസ്സാർന്നതാണ് എന്ന മൂല്യം,
ഇങ്ങനെ ആധുനികമായ മാനുഷിക മൂല്യങ്ങളെ പാരമ്പര്യത്തിന്റെ പരിവേഷത്തിനുള്ളിൽ ഗാന്ധിജി അവതരിപ്പിക്കുകയും ആ മൂല്യങ്ങളെ കൊണ്ടുവന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ വികസിച്ചു വന്ന മിലിറ്റന്റ് ഹിന്ദു നാഷണലിസത്തെ അതിനുള്ളിൽ കടന്നു കയറി ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഗാന്ധിജി. അതിൽ അദ്ദേഹം വിജയിച്ചു. ആ വിജയമാണ് തിലകനിലൂടെ വികസിച്ചു വന്ന മതരാഷ്ട്ര സങ്കല്പത്തെ തിലകൻ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച മതരാഷ്ട്ര യുക്തിയെ മതനിരപേക്ഷ ദേശീയ ജനാധിപത്യ ദേശീയത എന്ന ഒരു സങ്കല്പത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ കേന്ദ്രമായി ഗാന്ധിജി മാറി തീർന്നതിൻ്റെ കാരണം ഗാന്ധിജി ഒറ്റയ്ക്ക് ചെയ്തു എന്നല്ല, പക്ഷെ അതിൻ്റെ കേന്ദ്ര അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ നിർണായകമായ എതിർബിന്ദു ആയി ഗാന്ധിജി മാറുന്നുണ്ട്. ഈ മാറ്റമാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തുന്നതിൻ്റെ കേന്ദ്രം എന്നതാണ് നമ്മൾ ഈ ഗോഡ്സെയുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ മനസ്സിലാവുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഗാന്ധിജി രാമനെ കുറിച്ച് പറഞ്ഞു, ഗാന്ധിജി മതത്തെക്കുറിച്ച് പറഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളൊക്കെ മാറിക്കൊണ്ടിരുന്ന ഒന്നാണ്. 1920-കളിൽ അദ്ദേഹം പറയുന്നത് ഞാൻ നിർബന്ധമായും രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കൂട്ടിയിണക്കും എന്നാണ്. 1940-കളായപ്പോൾ അദ്ദേഹം പറഞ്ഞത് റിലീജിയൻ ഈസ് എ പ്യുവർലി പേഴ്സണൽ മാറ്റർ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ റിലീജിയൻ പൊളിറ്റിക്സ്. മതം എന്നത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ്, അതിന് രാഷ്ട്രീയവുമായി ഒരു ബന്ധവും ഉണ്ടാകേണ്ടതില്ല എന്നാണ് 45-48 കാലത്തൊക്കെ ഗാന്ധിജി പറയുന്നത്. 20-കളിൽ അദ്ദേഹം പറഞ്ഞത് ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. റിലീജിയൻ വിത്തൗട്ട് പൊളിറ്റിക്സ് ഈസ് ഇമ്മോറൽ. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ. ഞാൻ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിയിണക്കും, മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമാണ് എന്ന് 20-ൽ പറഞ്ഞ ഗാന്ധി 1948 ജൂലൈ മാസത്തിൽ ഒരു ക്രൈസ്തവ പുരോഹിതനുമായി നടത്തുന്ന സംഭാഷണത്തിൽ ഗാന്ധിജി പറയുന്നത് ഒരൊറ്റ ദിവസത്തേക്ക് ഞാൻ ഈ രാജ്യത്തിന്റെ പരമാധികാരിയായാൽ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ഷുഡ് ബി സെപ്പറേറ്റ്. ഒരൊറ്റ ദിവസം ഞാൻ പരമാധികാരിയാൽ, ഇഫ് ഐ ആം എ ഡിക്റ്റേറ്റർ, പൊളിറ്റിക്സ് ആൻഡ് സ്റ്റേറ്റ് റിലീജിയൻ ഷുഡ് ബി സെപ്പറേറ്റ്. രാഷ്ട്രീയവും മതവും വേർപെടുത്തിയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മുടെ ദേശാഭിമാനത്തിന്റെ പ്രധാനപ്പെട്ട അടയാളം ഈ സിനിമാ തിയേറ്ററിൽ ദേശീയഗാനം കാക്കുമ്പോൾ ചാടിയെഴുന്നേക്കലാണല്ലോ. അങ്ങനെയാണ് നമ്മളൊക്കെ ദേശീയവാദികളാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ഡോസ് അതാണ്. 1947 ഓഗസ്റ്റ് 24-നോ 25-നോ വിഭജനം കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിലെ ടോളിഗഞ്ചിൽ പ്രാർത്ഥനാ സമ്മേളന വേദിയിൽ ഗാന്ധിജിയുണ്ട്. മുസ്ലിം ലീഗിന്റെ വലിയ നേതാവായിരുന്ന സുഹ്രവർദിയുണ്ട്. സുഹ്രവർദി അന്ന് ബംഗാളിലെ മുസ്ലിം ലീഗിന്റെ വലിയ നേതാവാണ്. പ്രാർത്ഥനാ സമ്മേളന വേദിയിൽ വന്ദേമാതരം ആലപിച്ചു. വന്ദേമാതരത്തിന് മുസ്ലിം ലീഗ് ആദ്യം മുതലേ എതിരാണ്, കാരണം അതൊരു മതരാഷ്ട്ര യുക്തിയെയാണ് ഉയർത്തുന്നത്. ആ വന്ദേമാതരം വേദിയിൽ ആലപിച്ചു. മുസ്ലിം ലീഗിന്റെ നേതാവായ സുഹ്രവർദി അടക്കം എഴുന്നേറ്റ് നിന്നു. ഗാന്ധിജി എഴുന്നേറ്റില്ല കേട്ടോ. ഗാന്ധിജി ഇരുന്നിരിപ്പിരുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളൊരു പാശ്ചാത്യ സമ്പ്രദായമാണ്, നമ്മളത് ആചരിക്കേണ്ട കാര്യമില്ല. ഇന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ 124A പ്രകാരം മൂപ്പർക്ക് കേസ് കിട്ടും, രാജ്യദ്രോഹം. ഗാന്ധിജി അത് പറഞ്ഞ ആളാണ്. നമുക്കിപ്പോ ഗാന്ധിജി 1948 ജനുവരി 13-ന് ഡൽഹിയിൽ നിരാഹാരം തുടങ്ങി. ആ നിരാഹാരത്തിൽ ഗാന്ധിജി 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഇന്ത്യ പാക് വിഭജന സമയത്ത് ഇന്ത്യ പാകിസ്ഥാന് 75 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. 20 കോടി കൊടുത്തു. പിന്നെ യുദ്ധം വന്നപ്പോൾ ബാക്കി കാശ് കൊടുത്തില്ല. പട്ടേൽ പറഞ്ഞു കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഗാന്ധി പറഞ്ഞു 55 കോടി തിരിച്ചു കൊടുക്കണം. അതിനിടയിൽ ഒരു യുദ്ധം നടന്നു കേട്ടോ. ഇന്ത്യയുടെ ശത്രുരാജ്യമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട പാകിസ്ഥാൻ 55 കോടി രൂപ കൊടുക്കാനുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യ ഗവൺമെന്റിനെതിരെ നിരാഹാരം കിടക്കുന്ന ആൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. രണ്ടാമത് ഗാന്ധിജി പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കൾ കയ്യേറിയ ഡൽഹിയിലെ മുഴുവൻ മുസ്ലിം പള്ളികളും മുസ്ലിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ്. ഈ 2 ഡിമാൻഡാണ് ജനുവരി 13-ന് നിരാഹാരം തുടങ്ങുമ്പോൾ ഗാന്ധിജി മുമ്പോട്ട് വെച്ചത്.
ഈ നിരാഹാരമാണ് ഗാന്ധിജിയെ കൊന്നേ തീരൂ എന്ന തീരുമാനത്തിലേക്ക് ഗോഡ്സെയെ എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വികസിച്ചു വന്ന, ഗാന്ധി ഒറ്റയ്ക്കൊരാളെന്നല്ല, ഞാൻ അദ്ദേഹത്തെ ഒരു പ്രതീകമായിട്ട് എടുക്കുകയാണ്. ആ പ്രതീകത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? വ്യത്യസ്ത ധാരകളും വ്യത്യസ്ത വീക്ഷണങ്ങളും അതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സംയോജിതമായ സാമ്രാജ്യ വിരുദ്ധ മുന്നേറ്റം. ആ സാമ്രാജ്യ വിരുദ്ധ മുന്നേറ്റത്തെ അകമേ തകർത്ത് അതിൽ ഒരു ഭാഗത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ പിണിയാളുകളാക്കി മാറ്റുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം, ഇത് രണ്ടും തമ്മിലാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാന കാലത്ത് ഏറ്റുമുട്ടിയത്. അതിൽ ഈ രണ്ടാമത് പറഞ്ഞ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സാമ്രാജ്യാനുകൂലവും ദേശീയതാ വിരുദ്ധവുമായ വീക്ഷണഗതിയെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അതുകൊണ്ടാണ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന കാമത്തിന്റെ ഭേദഗതി നിർദ്ദേശത്തെ തള്ളി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആദ്യ വാക്യം ഇന്ത്യൻ ഭരണഘടന നിലനിർത്തിയത്. അതുകൊണ്ട് മതനിരപേക്ഷത ഭരണഘടനയിൽ എഴുതി വയ്ക്കപ്പെട്ട ഒരു വാക്കല്ല, അല്ലെങ്കിൽ സാമ്രാജ്യ ചരിത്രത്തിൽ നിന്നോ യൂറോപ്പിലെ മറ്റേതെങ്കിലും ഭരണഘടനകളിൽ നിന്നോ നമ്മൾ കടമെടുത്തൊരാശയമല്ല. മറിച്ച് 3-3.5 പതിറ്റാണ്ട് കാലം ബ്രിട്ടീഷ് വിരുദ്ധമായി ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യർ കൈകോർത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്ത സമരവീര്യത്തിന്റെയും അത് നൽകിയ ഏകതാബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ മതനിരപേക്ഷത ഇന്ത്യയുടെ രാഷ്ട്രീയ ആദർശമായി തീർന്നത്, അത് ഭരണഘടനാ മൂല്യമായി തീർന്നത്. ആ ഭരണഘടനാ മൂല്യത്തെ വെല്ലുവിളിക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന, ആ അർത്ഥത്തിൽ ഈ രാഷ്ട്രമെന്ന സങ്കല്പത്തെ അകമേ തകർക്കുന്ന ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയായിട്ടാണ് മതവർഗീയത ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭരണഘടനയുടെയും അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരമെന്നത് വാസ്തവത്തിൽ നാം ആർജിച്ച ആധുനിക മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ വലിയ സമരമാണ്. അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്ന ആഗ്രഹം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ.